നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി വിടവാങ്ങുകയാണ്. ഭാരതത്തിൻ്റെ സംസ്കാരവും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും താത്വികമായും സൗമ്യമായും കവിതകളിൽ നിറച്ച ആ കാവ്യ സൗന്ദര്യത്തിന് മുമ്പിൽ ദൂരദർശൻ്റെ പ്രണാമം. ഈ അവസരത്തിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കാവ്യ സൗന്ദര്യത്തെക്കുറിച്ച് ദൂരദർശൻ്റെ പ്രത്യേക അനുസ്മരണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കവിതയുടെ വിഷ്ണുലോകം. ഈ അനുസ്മരണത്തിൽ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ, കോഴിക്കോട് സ്റ്റുഡിയോയിൽ അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ കെ ജി രഘുനാഥ്, തൃശൂർ സ്റ്റുഡിയോയിൽ പ്രശസ്ത കവി ശ്രീ രാവുണ്ണി, കോഴിക്കോട്ട് നിന്ന് വീഡിയോ കോളിലൂടെ അധ്യാപകനും നിരൂപകനുമായ ഡോക്ടർ ശ്രീശൈല ഉണ്ണികൃഷ്ണൻ, കൂടാതെ ടെലഫോണിൽ ഈ അനുസ്മരണത്തിൽ പ്രതീക്ഷിക്കുന്നത് തപസ്യ കലാസാഹിത്യവേദിയുടെ ശ്രീ സി സി സുരേഷ്, ശ്രീമതി ലോബ, ശ്രീ പി എൻ ഗോപികൃഷ്ണൻ, ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, നിരൂപകൻ ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത്. ഏവർക്കും ഈ കാവ്യ സൗന്ദര്യ അനുസ്മരണത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ ജോർജ് ഓണക്കൂറിൽ തന്നെ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവി, വ്യക്തി, അധ്യാപകൻ എന്നീ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ശ്രീ ഓണക്കൂർ, ഇതിലേതിലാണ് ഏറെ ഔന്നത്യം എന്നതിലെ അഭിപ്രായ ഭേദത്തിനിടയുള്ളൂ. വളരെ ലാളിത്യമാർന്ന ഒരു ജീവിതം. വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന് പറയുമ്പോൾ എല്ലാവരും മുൻപിൽ കാണുന്നത് കവിതയ്ക്കപ്പുറം ഉള്ള ഒരു മനുഷ്യനുണ്ട്. വളരെ ലളിത ജീവിതം നയിച്ച തിരുവനന്തപുരം നഗരത്തിലൂടെ, തിരുവനന്തപുരം നഗരത്തിൽ നിന്നല്ല, എവിടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിനോടൊപ്പം സൈക്കിളുമുണ്ട്. സൈക്കിളിൽ ഇങ്ങനെ സഞ്ചരിച്ച ആ കവിയെയാണ് നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത്. താങ്കൾക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാകും. വളരെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. ഞാൻ ഇന്നലെ വിഷ്ണുവിൻ്റെ വീട്ടിൽ ആ ജഡത്തിന് മുൻപിൽ, അങ്ങനെ പറയാൻ എനിക്കിഷ്ടമില്ല എങ്കിലും ഞാൻ പറയാൻ നിർബന്ധിതനാകുന്നു, നമസ്കരിച്ച് ഏറെ നേരം കഴിച്ചുകൂട്ടിയ ആളാണ്. കാരണം വിഷ്ണുവിനെ യാത്രയാക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ദുഃഖങ്ങൾ നൽകുന്ന ഒരു മാനസികാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോഴും അരികിലുണ്ട് പ്രിയ കവി, ജ്യേഷ്ഠ സഹോദരൻ. ആ ഒരു സ്പർശം അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് യാന്ത്രികമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഹൃദയത്തിൽ വിങ്ങലുണ്ട് എങ്കിലും പ്രിയപ്പെട്ട വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ ഓർമ്മിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കവിയാണ്, അധ്യാപകനാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. സുതാര്യമായ വ്യക്തിത്വം ആണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടേത്. ഇത് തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഇത്ര ലളിതമായ ജീവിതം നയിച്ച ഒരാൾ, ഇത്ര ഹൃദയംഗമമായ കവിത സമ്മാനിച്ച ഒരു കവി, പ്രഗത്ഭമതിയായ അധ്യാപകൻ, എല്ലാ നിലകളിലും ഒന്നിനൊന്ന് ഉയർന്നു നിന്ന, മാതൃകയാക്കാവുന്ന ഒട്ടേറെ മനോഹരമായ ഗുണവിശേഷങ്ങൾ ഉൾക്കൊണ്ടിരുന്ന കാവ്യ വ്യക്തിത്വമാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടേത് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. ഞാൻ തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കേട്ട് മനസ്സിലാക്കാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട്. ഞാൻ MA പഠിച്ചത് ചങ്ങനാശ്ശേരി സെൻറ്റ് ബർക്ക്മൻസ് കോളേജിൽ ആണ്. SP കോളേജിൻ്റെ ഒരു മഹാനായ ശിഷ്യൻ ആയിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് പഠിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു. ഷെപ്പേർഡ് സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു C.A. ഷെപ്പേർഡ്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അദ്വിതീയനായ ഒരു അധ്യാപകനായിരുന്നു, പണ്ഡിതനായിരുന്നു പ്രൊഫസർ ഷെപ്പേർഡ്. SP കോളേജിൽ നിന്ന്
കോഴിക്കോട് ദേവഗിരി കോളേജിലേക്ക് പോയ സമയത്താണ്, ആ വർഷമാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ വരുന്നത്. ഷെപ്പേഡ് സാർ താമസിച്ചിരുന്ന ആ ഒരു പ്രത്യേക മുറിയിൽ താമസിക്കാൻ ഇടവന്നു എന്നുള്ളതും ഞാൻ ഓർക്കുകയാണ്. അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഷെപ്പേഡ് സാറിനെക്കുറിച്ച്, ഷെപ്പേഡ് സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെക്കുറിച്ച്, ആ ശിഷ്യന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വിഷ്ണുനാരായണൻ എന്ന കവിയെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു തുടങ്ങിയ വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്നാണ് ഞാൻ വിഷ്ണുവിനെ അറിയുന്നത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുമ്പോൾ, ഒന്ന് കുറേ നാളിൽ കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത് പരിചയക്കാരാകുന്നു, സ്നേഹിതർ ആകുന്നു എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു അഭിമാനം ആണ്. വിഷ്ണുവിൻ്റെ എല്ലാ കവിതകളും വായിച്ചിട്ടുള്ള, ആസ്വദിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു എളിയ കാവ്യാസ്വാദകൻ എന്നുള്ള നിലക്ക് ഞാൻ പറയുകയാണ്. ആ കവിതകളിൽ തുളുമ്പുന്ന ഇന്ത്യൻ പൈതൃകത്തിൻ്റെ മനോഹാരിത, വേദങ്ങൾ പകർന്നു തരുന്ന സംസ്കൃതിയുണ്ട്. അതൊരിക്കലും സങ്കീർണമല്ല, ലാളിത്യം കലർന്നതാണ്. എല്ലാറ്റിനെയും സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന മാനവികതയുടെ കവി. ഇന്ത്യ എന്ന വികാരം എപ്പോഴും, ഒരു കവിതയുടെ പുസ്തകത്തിൻ്റെ പേരും അതുതന്നെയാണല്ലോ, എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു കവി എന്നുള്ള നിലക്ക് ഇന്ത്യയുടെ ഒരു കവി, മലയാളത്തിൽ എഴുതിയ ഒരു ഇന്ത്യൻ കവി എന്നാണ് നമുക്ക് വിഷ്ണുവിനെക്കുറിച്ച് പറയേണ്ടത് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇനിയും നിരവധി കാര്യങ്ങൾ ശ്രീ ഓണക്കൂറിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വരാം. നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ ശ്രീ രാവുണ്ണി, ശ്രീ രാവുണ്ണി, ഇതൊക്കെ വ്യത്യസ്ത മുഖങ്ങളാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക്. ഒരുപക്ഷെ താങ്കൾ അതിലേത് മുഖമാണ് എടുത്ത് ഓർമ്മിക്കുന്നത്? വിഷ്ണുനാരായണൻ നമ്പൂതിരി നമ്മുടെ ഒരു വലിയ കാവ്യ വസന്തമാണ്. തീർച്ചയായിട്ടും കവി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നത്, മനസ്സിൽ വെക്കുന്നത്. അദ്ദേഹം കടന്നു വരുന്ന കാലം മലയാള സാഹിത്യത്തിൽ വലിയ അട്ടിമറികളൊക്കെ നടന്ന പൈതൃക നിരാസത്തിൻ്റെ ഒരു കാലത്താണ് അദ്ദേഹം കവിതയിൽ സജീവമായിട്ട് വരുന്നത്. 60കളുടെ ആ ഒരു കാലത്താണ് കടന്നു വരുന്നത്. കടന്നു വരുമ്പോൾ ആ കാലത്ത് എന്തായിരുന്നു സവിശേഷത? ആ കാലത്ത് മലയാള കവിതയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, അന്നുവരെ മലയാള കവിത പിന്തുടർന്നു പോകുന്ന പാരമ്പര്യ ശൈലികളിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും വലിയ അട്ടിമറി നടത്തി, വിപ്ലവം നടത്തി കടന്നു വന്നവരാണ്. എല്ലാ ഗുരുക്കന്മാരെയും നിരസിച്ചുകൊണ്ടാണ്, പൈതൃകത്തെ നിരസിച്ചുകൊണ്ടാണ് ആ കാലത്ത് ചെറുപ്പക്കാർ കവിതയിലേക്ക് കടന്നു വന്നത്. വിഷ്ണുനാരായണൻ നമ്പൂതിരി ആവട്ടെ, ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെ സ്വാംശീകരിച്ച കവി എന്ന നിലയ്ക്ക് മാത്രമല്ല, ലോക സാഹിത്യത്തിൻ്റെയും ഗൗരി ശങ്കരങ്ങളെ തൊട്ടൊരാളാണ്. അങ്ങനെ എല്ലാവരെയും തിരിച്ച് ലോകത്തെമ്പാടുമുള്ള മഹത്തായ കാവ്യ പൈതൃകത്തെ സ്വാംശീകരിച്ചു എന്ന് മാത്രമല്ല, ആ കൂട്ടത്തിൽ നിന്ന് തനിക്ക് വേണ്ടതിന് മാത്രം ഒന്ന് വേർതിരിച്ചെടുത്ത് പ്രത്യേകമായി സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയുടെ പൂർവ്വകാല കാവ്യ പാരമ്പര്യത്തിൽ നിന്ന് കാളിദാസനെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷെ വിശ്വസാഹിത്യത്തിൽ നിന്ന് W.B. യേറ്റ്സിനെയാണ്. അപ്പം അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് വളരെ സവിശേഷമായിട്ടാണ്. അങ്ങനെ പാരമ്പര്യത്തിൻ്റെ നല്ല വെളിച്ചങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ടാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി കവിതയിലേക്ക് വരുന്നത്. ആ കാലമാവട്ടെ മലയാള കവിതയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈതൃക നിരാശ നടക്കുന്ന സമയമാണ്. ഞങ്ങൾക്ക് ഗുരുക്കന്മാരില്ല, തന്തമാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാർ കടന്നു വരുന്ന കാലമാണ്. അങ്ങനെ കവിതയുടെ മുൻവഴികളെ മുഴുവൻ തകർത്തുകൊണ്ട് പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പുതിയ കാവ്യഭാവുകത്വം മലയാളത്തിൽ സമ്മാനിച്ച കാലത്താണ് വരുന്നത്. അപ്പോൾ ഇതൊരു കവിയെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയാണ്. കാരണം തൻ്റെ അതിഗംഭീരമായ ഒരു പാരമ്പര്യം മനസ്സിൽ സൂക്ഷിക്കുക, ആ കാലെടുത്ത് വെക്കുന്ന മലയാള കാവ്യ സാഹചര്യമാവട്ടെ ഇതിൽ നിന്ന് തീർത്തും വിഭിന്നമാവുകയും എല്ലാ തരത്തിലുള്ള പൈതൃകത്തെയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു കാലം വരിക. ഇത്തരം ഒരു കാലത്ത് ഏതൊരു കവിയും കാലഹരണപ്പെട്ട ഒരു കവിയായിട്ടാണ് കടന്നു വരിക. പക്ഷെ വിഷ്ണുനാരായണൻ നമ്പൂതിരി അങ്ങനെ കാലഹരണപ്പെട്ട ഒരു കവിയായില്ല എന്ന് മാത്രമല്ല, ഈ ആധുനികതയുടെ ഈ പുതിയ വരവിൻ്റെ ഒപ്പം നിൽക്കുകയും ഈ പുതുമകളെ തൻ്റെ കവിതയിലേക്ക് സ്വാംശീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നുള്ളതാണ്. മനുഷ്യൻ്റെ എക്കാലത്തെയും വലിയ വേദനയാണ് അസ്തിത്വ ദുഃഖം എന്നുള്ളത്, ഏറ്റവും വലിയ വിഹുലതയാണ്, തിരിച്ചറിയുകയാണ്. ഇത് ആധുനികത മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യത്തെ അദ്ദേഹം നന്നായി സ്വാംശീകരിക്കുകയും
മുഖമിവിടെ പോലെയുള്ള കവിതകളിൽ എഴുതിക്കൊണ്ട് അക്കാലത്തെ കവിതയുടെ മുഖ്യധാരയിൽ കടന്നു വരികയും ചെയ്തു. ഇത് അത്ര എളുപ്പമായ സംഗതിയല്ല. ഒരു സമഗ്ര വ്യക്തിത്വമാണ്. അതായത് ഒരു ദേശത്തിൻ്റെ എന്നല്ല ലോകഭാഷകളുടെ മുഴുവൻ കാവ്യ പൈതൃകത്തെ മുഴുവൻ സംശീകരിക്കുകയും വർത്തമാനകാലത്തിൽ അപ്രസക്തനാവാതെ കാലെടുത്ത് വെക്കുകയും ചെയ്യുക എന്ന വലിയൊരു അത്ഭുതമാണ് വിശ്വനാഥൻ നമ്പൂതിരി ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാ കാലങ്ങളെയും ഉൾക്കൊണ്ട വലിയൊരു കാവ്യ വ്യക്തിത്വം എന്ന നിലയ്ക്ക് അങ്ങേയറ്റം ബഹുമാനത്തോടെയാണ് വിശ്വനാഥൻ നമ്പൂതിരിയെ ഞാൻ നോക്കിക്കാണുന്നത്. എൻ്റെ തലമുറ ഇന്ന് മാത്രമല്ല, അദ്ദേഹത്തെക്കാൾ 10-20 കൊല്ലത്തിൻ്റെ താഴെ വരുന്നവരാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടും ഞാനും എല്ലാമുള്ള തലമുറ. ഞങ്ങളെല്ലാം ഏറ്റവും അടുപ്പത്തോടു കൂടി നോക്കുകയും വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് വാത്സല്യവും സ്നേഹവും തന്ന് ഞങ്ങളെ ഒപ്പം ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് കൂടി, കാവ്യ ഗുരുനാഥൻ എന്ന നിലയ്ക്ക് കൂടി ഞാൻ അദ്ദേഹത്തെ ഓർക്കുകയാണ്. അല്ല, പറഞ്ഞോളൂ ശ്രീ രാവുണ്ണി, പറഞ്ഞോളൂ. അല്ല, ശ്രീ രാവുണ്ണി പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വലിയ സവിശേഷത ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തുടരാം. ഈ ഒരു സമഗ്ര വ്യക്തിത്വമാണ്, ഒരു സമഗ്രമായ ഒരു കാവ്യ വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞ് ഇന്നോളം ഈ ഭൂമിയിൽ ജീവിച്ച കവികൾ മുഴുവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരുടെ എല്ലാം മഷിയാണ് എൻ്റെ പേനയിലുമുള്ളത് എന്ന് പറയാൻ ധൈര്യപ്പെടുകയും ആ വലിയ ഒരു പാരമ്പര്യത്തെ സ്വാംശീകരിക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് ഞാൻ ജീവിക്കുന്നത് ഈ കാലത്താണ്. ഈ കാലത്തിൻ്റെ പ്രഭാതത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഈ കാലത്തിൻ്റെ വേവലാതികളാണ് എന്നെ വളഞ്ഞിടുന്നത് എന്ന തരത്തിൽ തൻ്റെ തൻ്റെ സമകാലീനമായ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത് അത്ര എളുപ്പമായ സംഗതിയല്ല. ഒരേ സമയം പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പിന്തിരിപ്പിനായി പഴയ ഒരു കവിയായി നിൽക്കാതെ അങ്ങനെയെല്ലാം സ്വാംശീകരിക്കുമ്പോഴും പുതുമയോടുകൂടി പുതിയ കാലത്തിൻ്റെ തറയിലേക്ക് കാലെടുത്ത് കുത്തുകയും ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമായ സംഗതിയല്ല. കാരണം അത്രയും സമഗ്രമായ ഒരു കാവ്യ വ്യക്തിത്വം ഉള്ള കവികൾക്ക് മാത്രം സാധ്യമാകുന്ന സംഗതിയാണ് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെമ്പാടും സഞ്ചരിക്കുന്നു, ലോകത്തെമ്പാടുമുള്ള കവിതകളെ അദ്ദേഹം സ്വീകരിക്കുന്നു, ലോകത്തെമ്പാടുമുള്ള സംഭവങ്ങൾ നോക്കി കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഞാൻ ഓർക്കുന്നത്, വിയറ്റ്നാം യുദ്ധത്തിൻ്റെ സമയത്ത് ഇങ്ങനൊരു കൂട്ടക്കൊലയ്ക്ക് തയ്യാറാവാതെ വിസമ്മതം പ്രകടിപ്പിച്ച അമേരിക്കൻ പട്ടാളക്കാരന് ഇതിൻ്റെ പേരിൽ കുറ്റവിചാരണ ചെയ്യും. കുറ്റവാളി എന്നൊരു കവിതയാണത്. കുറ്റവിചാരണ ചെയ്യുകയും വിയറ്റ്നാം ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവാതിരുന്ന ആ പട്ടാളക്കാരനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തതിനെതിരെ അദ്ദേഹത്തിന് ഗംഭീരമായൊരു കവിതയുണ്ട്. അതായത് എവിടെയെല്ലാം മനുഷ്യൻ വേദനിക്കുന്നുവോ ആ വേദനയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ലോക യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ സ്വീകരിക്കുന്നു. പട്ടിണി, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ നാനാതരത്തിലുള്ള വേവലാതികളെയും പ്രയാസങ്ങളെയും ചെന്ന് കാണുന്നു എന്നുള്ളതാണ്. ഇപ്പം കാളിദാസനെ പോലെയുള്ള മഹാകവികൾ സ്വാംശീകരിക്കുന്നു, വേദേതിഹാസങ്ങൾ സ്വീകരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായി തൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെ അത്ര ഗൗരവത്തിൽ കാണില്ല. കാരണം പഴയ കാലമാണ് ഏറ്റവും മഹത്തായത് എന്ന് വിചാരിക്കുകയും ആ ശ്രേഷ്ഠമായ പാരമ്പര്യത്തെ സ്വീകരിക്കുകയും അവിടേക്ക് മാത്രം അഭിരമിക്കുകയും ചെയ്യുന്ന തരത്തിൽ വരുന്ന ആൾക്കാർ ചുറ്റുപാടുമുള്ള ലോക യാഥാർത്ഥ്യങ്ങൾ കാണുകയില്ല. അങ്ങനെ കാണുന്നത് കവിതയുടെ ഒരു ചുരുക്കമായി, കവിത ചെറുതാവലായി കാണുന്നുള്ളൂ. പട്ടിണിയെക്കുറിച്ച് എഴുതുന്നത്, ദാരിദ്ര്യം, യുദ്ധം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നതെല്ലാം ഒരു വലിയ പോരായ്മയാണ്, കവിതയുടെ ഒരു ചുരുക്കമാണ്, അതിൻ്റെ ഒരു സൗന്ദര്യ തികവിന് ചേരാത്തതാണ് എന്ന് പറയുകയാണ് പതിവ്. പക്ഷേ വിശ്വനാഥൻ നമ്പൂതിരി ഇതെല്ലാം സ്വാംശീകരിക്കുമ്പോഴും ചുറ്റുപാടുമുള്ള മനുഷ്യൻ്റെ മഹാസങ്കടങ്ങളെ കാണുകയും കേൾക്കുകയും കവിതയിൽ ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഗാന്ധിയെക്കുറിച്ച് എത്രയോ കവിതകൾ എഴുതി അദ്ദേഹം. അത് നോക്കേണ്ടത് നമ്മുടെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഓരോ ചലനത്തെയും നേരിട്ട് നോക്കി കണ്ട് സ്വാംശീകരിച്ച് അതുകൊണ്ട് ചേർന്ന് പ്രതികരിച്ചുകൊണ്ടാണ് ആ കവിത മുന്നോട്ട് പോയത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന വലിയൊരു ജീവരാശിയുടെ ഒരു ഘടകം മാത്രമാണ്. ഞാൻ ഒന്നിടപെട്ടോട്ടെ. അപ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനായിട്ട് താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഇപ്പോൾ അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ KG രഘുനാഥ് കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ഇപ്പോൾ ശ്രീ രാവുണ്ണി പറഞ്ഞ ഒരു കാര്യം
ഈ വർത്തമാനകാലത്തിലും അപ്രസക്തനാകാത്ത ഒരാളാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഇപ്പോൾ ശ്രീ രഘുനാഥ്, ഈ കോഴിക്കോട്ടുകാർക്ക് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് അറിയുന്നത് പോലെ തന്നെ അറിയാൻ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും. എന്താണ് താങ്കൾക്ക് ഓർത്തെടുക്കാനുള്ള കാര്യങ്ങൾ? വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന മഹാനായ കവിയുടെ ദേഹം ഭൂമി ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു പിടയിലാണ്. കാരണം അദ്ദേഹം ചിരപുരാണനും ചിരപുരാതനുമായിരുന്നു, ചിരപുരാണനും ചിരനൂതനനും ആയിരുന്നു. ഒരു ജാതവേദസ് അഗ്നിയെപ്പോലെ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ സ്വഭാവത്തിൻ്റെ നൈർമല്യം. കോഴിക്കോട് കേരള സാഹിത്യ സമിതിയുടെ സജീവ അംഗമായിരുന്നു. സാംസ്കാരിക പരിപാടികൾ ഒട്ടനവധി പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത സജീവമാകുന്നത് 60-70 ഏകദേശം 80ഓളം വരികൾ ഒരു തുണ്ട് പേപ്പർ പോലും നോക്കാതെ ഹൃദയസ്ഥമായി ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കവി. യഥാർത്ഥത്തിൽ ഇത് ഹൃദയത്തിലിട്ട് പാകപ്പെടുത്തിയെടുത്തതാണത്. അത് ആ വേദ സംസ്കാരത്തിൽ നിന്ന് അറിയിച്ചാണ്. അദ്ദേഹത്തിൻ്റെ നാവിൽ എഴുതി കൊടുത്തത് തേൻ പോലെയുള്ള സംസ്കൃത കാവ്യമാണ് കാളിദാസൻ. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ വിഷ്ണുനാരായണൻ എന്ന പേരുള്ള ആ പാരമ്പര്യത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴും നവീനമായ ആശയങ്ങളെ ത്യജിച്ചിട്ടില്ല. അഹല്യാമോക്ഷം എഴുതുന്നു. ഏത് കവിത എടുത്ത് പരിശോധിച്ചോളൂ, അതിനകത്ത് നൂതനമായ അംശത്തെ ആവിഷ്കരിക്കാതെ ഈ മഹാകവി പോകുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഭാരതീയമായിട്ട് ഒരു തരത്തിൽ അദ്ദേഹത്തെ ഒന്ന് വേർതിരിച്ചു നിർത്താനൊക്കെ ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഒരു നിസ്സംഗനായി അദ്ദേഹം പറയുന്നത്, ഒരു ചെടിയിൽ വിരിയുന്ന, ഒരു വൃക്ഷത്തിൽ വിരിയുന്ന അവസാനത്തെ പൂവ് ആർജിക്കുന്നത് അതിൻ്റെ വേരിൽ ആർജിച്ച അവസാനത്തെ ഊർജത്തെയാണ്. അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ കവിത പലപ്പോഴും ഈ ആർജത്തിൽ, ആ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ട ഊർജത്തിൽ നിന്ന് അവസാനമായി പ്രഭ വിരിയിച്ചെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ കവിത എന്നുള്ളതാണ്. അത് തിരിച്ചറിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എല്ലാ അംഗീകാരങ്ങളും കിട്ടി എന്നുള്ളത് ശരിയുമാണ്. അദ്ദേഹത്തിന് അർഹിക്കുന്ന എല്ലാ അംഗീകാരങ്ങളും കിട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിത വേണ്ട തരത്തിൽ വരും കാലത്ത് വായിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കേരള സാഹിത്യ സമിതിയുടെ ചരിത്രവുമായിട്ട് എഴുതുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ എന്നെ ആ സ്വീകരിച്ച ആ അവസ്ഥയിൽ നിന്ന് ഒരു യജ്ഞ തുല്യനായിട്ടുള്ള ഒരു ഇർഗിനെ പോലെയുള്ള, അതിൽ വേദത്തിനെ കുറിച്ചുള്ള ജ്ഞാനം അദ്ദേഹത്തിൻ്റെ മുഖത്തും വാക്കുകളിലും ഒക്കെ തുടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആര് പറഞ്ഞാലും അതിനോട് നിസ്സംഗത പുലർത്തുകയാണ്. അതിനോട് തർക്കിച്ച് ജയിക്കാനൊന്നും പോയിട്ടില്ല. നമുക്കറിയാതെ അങ്ങനെയുള്ള സംഭവങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിനോട് തർക്കിച്ചൊന്നും ജയിക്കാതെ എല്ലാം ഒരു തെളിനീരരുവി പോലെ അദ്ദേഹത്തിൻ്റെ കവിത ഒഴുകിപ്പോകുന്നു. ആ സമയത്ത് ഭാരതീയമായ ടാഗോറിനെയും മഹാത്മാഗാന്ധിയും, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ടാഗോറും മഹാത്മാഗാന്ധിയുടെയും ദർശനങ്ങളെ അദ്ദേഹം നെഹ്റുവിനെ കുറിച്ചും ഒരു ഘട്ടത്തിൽ പ്രശംസിച്ചെഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ കവി ആത്മീയതയിൽ മാത്രം അധിഷ്ഠിതമായ കവിതകളാണ് എന്ന് ഒരു തരത്തിൽ ചില നിരൂപകന്മാർ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അവസാന ചില വരികളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നൂതനമായ ആശയത്തെ ശരിക്കും ഹൃദയത്തിലേറ്റുക തന്നെ വേണം. അപ്പോൾ അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ, അത് ഏത് കവിതയെ എടുത്ത് ഉദ്ധരിച്ചാൽ, ഇപ്പോൾ റിപ്പബ്ലിക് എന്ന കവിത തന്നെ ഉദാഹരിച്ചു കഴിഞ്ഞാൽ അതിൽ ഗ്രീക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അവസാനം എത്തുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായിട്ട്, ഭാരതീയ ജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്നു, ചേർന്ന് നിൽക്കുന്നു. അതിനെ വിചാരണ നടത്തുന്നത് ഇവിടെയാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണർത്താൻ ആ മഹാകവിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ ലോകത്തിന് ആവശ്യമുള്ളതെന്തും വേദത്തിലുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാരണം ഈ വേദകാലത്ത് ജാതിയും മതവും ഇത്തരത്തിലുള്ള ചിന്താഗതിയൊന്നുമില്ല. അവിടെ പണം ആർജിക്കേണ്ട ആവശ്യവുമില്ല.
അവിടെ പണം സമ്പാദിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചൂഷണം എന്നുള്ളതും ഇല്ല. ഒരു നിർമ്മലമായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തെ കാളിദാസ കൃതികളിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ മറ്റൊരു തരമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം 8 പ്രാവശ്യം ഹിമാലയത്തിൽ സഞ്ചരിച്ചു. ആ ഋഷിമാരുടെ പാദ സ്പർശമേറ്റ പുണ്യഭൂമിയിൽ അദ്ദേഹം നമസ്കരിച്ചു. ഈ നമസ്കാരം ഋഷിമാരുടെ മാത്രമല്ല, മാർക്സിന്റെ സ്ഥലത്ത്, മാർക്സ് ജനിച്ച സ്ഥലത്ത് അദ്ദേഹം പോയപ്പോഴും അവിടെയും സാഷ്ടാംഗ പ്രണാമം നടത്തിയ ഒരു വിപ്ലവകാരി കൂടിയാണ്. അതുകൊണ്ടാണ് മാർക്സ് ഒരുപക്ഷെ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പോലും ഈ ഇന്നത്തെ പുതിയ ആശയത്തിനനുസരിച്ച് മാറും, ഒരു ശാസ്ത്രമായിട്ട് അതിനെ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ശരിക്കു പറഞ്ഞാൽ മനത്തെ ആണ് അദ്ദേഹം വിലകൽപ്പിച്ചിരുന്നത്. ആ മാനുഷിക മൂല്യത്തെ എപ്പോഴും തൻ്റെ കവിതയിൽ അദ്ദേഹം ധ്വനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വിഷ്ണുനാരായണൻ നമ്പിയുടെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പൂ വിരിയുന്ന നിർമ്മലമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ മേധാ പട്കറെ കുറിച്ചൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങള് ഒരുപക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹത്തെ ചിലർ തിരിച്ചറിയാതെ പോയിന്ന്. പക്ഷെ ഇത് കേൾക്കുന്നവർ, പ്രേക്ഷകര് ഒരുപക്ഷെ ഇപ്പോൾ ഇതൊരു വലിയ തിരിച്ചറിവായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. താങ്കൾ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെ മാർക്സുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ. ഞാൻ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണനിലേക്ക് പോവുകയാണ്. കോഴിക്കോട്ട് ആണ് അദ്ദേഹം. വീഡിയോ കോളിലൂടെ നമ്മളിലേക്ക് ചേരുകയാണ്. ഡോക്ടർ ശ്രീശൈലം, ഇവിടെ ഈ KG രഘുനാഥ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഒരുപക്ഷെ താങ്കൾക്കും പലതും കൂട്ടിച്ചേർക്കാനുണ്ടാകും. ഈ വേദം, സംസ്കൃത സാഹിത്യം, അതുപോലെ തന്നെ യൂറോപ്യൻ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയിൽ എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയൊന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ പല നിലകളിൽ പ്രവർത്തിച്ച മഹത്വം ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു വിഷ്ണുനാരായണ നമ്പൂതിരി സാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അധ്യാപകൻ എന്ന നിലയിൽ, കവി എന്ന നിലയിൽ, വിവർത്തകൻ എന്ന നിലയിൽ, പ്രഭാഷകൻ എന്ന നിലയിൽ, സാംസ്കാരിക വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട വ്യക്തിത്വം എന്ന നിലയിൽ, മഹായാത്രികൻ എന്ന നിലയിൽ, ഇങ്ങനെ ബഹുവിധാനങ്ങളിലൂടെ സഞ്ചരിച്ച് ലോകത്തിന് പ്രകാശമേകിയ ഒരു വലിയ കവിയെയാണ്, മനുഷ്യസ്നേഹിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി ശ്രീ രാവുണ്ണി സൂചിപ്പിച്ച ഒരു കാര്യം, അതോടൊപ്പം തന്നെ KG രഘുനാഥ് സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. പാരമ്പര്യത്തിന്റെ വേരുകളൊക്കെ വിഷവേരുകളാണെന്ന് ശഠിച്ചിരുന്ന ഒരു കാലത്ത് പാരമ്പര്യത്തിന്റെ വേരുകളെല്ലാം ഔഷധ വേരുകളാണെന്ന് ശക്തമായി അവകാശപ്പെട്ടിരുന്ന ഒരു കാലത്ത് ഇത് രണ്ടുമല്ല ശരി, പാരമ്പര്യത്തിന്റെ വേരുകളിൽ ചിലതൊക്കെ വിഷവേരുകളാണെന്നും എന്നാൽ ചിലതൊക്കെ ഔഷധ വേരുകളാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്കാര മണ്ഡലത്തിൽ പ്രവർത്തിച്ച വലിയ ഒരു വ്യക്തിത്വമായി നമ്മുടെ വിഷ്ണുനാരായണ നമ്പൂതിരി സാറിനെ ഇന്ന് തിരിച്ചറിയുക. സാറിനെ വേണ്ട വിധം ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ സാഹിത്യ വിമർശനം പരിഗണിച്ചിട്ടുണ്ടോ, അത്തരത്തിൽ വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം. വിശേഷിച്ച് നമ്മുടെ ആധുനിക വിമർശകർ വിഷ്ണുനാരായണ നമ്പൂതിരി സാറിനെയും മഹാകവി അക്കിത്തത്തെയും ബാലാമണിയമ്മയെയും അടക്കമുള്ള നമ്മുടെ പാരമ്പര്യത്തിന്റെ ശരിയായ തേജസ് പ്രസരിപ്പിച്ച എഴുത്തുകാരെ മൂല്യനിർണയ സന്ദർഭങ്ങളിലൊക്കെ കടുത്ത ന്യൂനീകരണ ബുദ്ധിയോടെയാണ് വിലയിരുത്താൻ ശ്രമിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. അത് നമ്മുടെ മലയാള വിമർശനം സഞ്ചരിച്ച വഴിയുടെ ഏറ്റവും ദയനീയമായ സഹതാപാർഹമായ ഒരു കാലഘട്ടമാണ്. വൈദേശികമായ പ്രത്യയശാസ്ത്രം ഉള്ളിൽ വഹിച്ച് ഈ നാടിന്റെ തനിമയെ വിസ്മരിച്ചുകൊണ്ട് എഴുതിയ ആളുകളെ വലിയ കവികളായി വാഴ്ത്തിയപ്പോൾ അവർ കാണാതെ പോയത് അക്കിത്തത്തെയും സുഗതകുമാരിയെയും വിഷ്ണുനാരായണ നമ്പൂതിരിയെയും അടക്കമുള്ള യഥാർത്ഥ കവികളെയായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരം ഒരു തിരസ്കാരം എന്നതാണ് സത്യത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അന്ധക്കരണ പുഷ്പത്താൽ ഭാരതത്തെ, ഈ ഭാരതീയ സംസ്കൃതിയെ ശരിയായി പൂജിക്കാൻ ആഗ്രഹിച്ചു എന്നതാണ് വിഷ്ണുനാരായണ നമ്പൂതിരി സാറും അക്കിത്തവും സുഗതകുമാരിയും അടക്കമുള്ള കവികൾ
ചെയ്ത വലിയ തെറ്റായി ചിലര് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള യാഥാസ്ഥിതികമായ നിലപാടുകളുടെ ഭാഗത്ത് നിന്ന കവികളായിരുന്നില്ല. അവർ ശരിയായ പുരോഗമന നിലപാട് സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പ്രായോഗികമായും അതോടൊപ്പം തന്നെ തങ്ങളുടെ കവിതകളിലൂടെയും ആശയങ്ങൾ അവതരിപ്പിച്ചവരായിരുന്നു അവരൊക്കെ. ആ ഒരു യുഗമാണ് വിഷ്ണുനാരായണ നമ്പൂതിരി സാറിന്റെ മരണത്തോട് അവസാനിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് NP കൃഷ്ണവാര്യരും മഹാകവി അക്കിത്തവും ഒളപ്പമണ്ണയും ബാലാമണിയമ്മയും അടക്കമുള്ള വലിയൊരു പാരമ്പര്യം, കക്കാടും വൈലോപ്പിള്ളിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ വലിയൊരു കവികുല ഗോത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കവി എന്ന നിലയിൽ മാത്രമല്ല വിഷ്ണുനാരായണ നമ്പൂതിരി സാറിന്റെ സവിശേഷതകളെ നമ്മൾ വിലയിരുത്തേണ്ടത്. അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രൗഢങ്ങളായിട്ടുള്ള ലേഖനങ്ങൾ, അത് നമ്മുടെ പാരിസ്ഥിതികമായ വിവേകത്തെ പരമാവധി പ്രചോദിപ്പിക്കുന്ന, പോഷിപ്പിക്കുന്ന കനപ്പെട്ട എത്രയോ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ, വനപർവം പോലുള്ള പുസ്തകങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിന് പ്രേരണയായി നിന്നത് വിഷ്ണുനാരായണ നമ്പൂതിരി സാറാണെന്ന് നമ്മൾ ഓർക്കണം. കാളിദാസീയമായ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഋതുസംഹാരം പോലുള്ള മഹത്തായ കൃതിയെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ അദ്ദേഹം തുനിഞ്ഞു എന്ന് നമ്മൾ ആദരവോടെ സ്മരിക്കണം. ജയപ്രകാശ് നാരായണൻ അടക്കമുള്ള മഹത്തുക്കളുടെ ചിന്തകളെ മലയാളിക്ക് പരിചയപ്പെടുത്തുവാൻ ശ്രമിച്ചു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ യഥാർത്ഥം മലയാളിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, അസാഹിതീയം, കവിതയുടെ DNA, അലകടലും നെയ്യാമ്പലുകളും തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളൊക്കെ മലയാളത്തിന്റെ നിരൂപണ സമൂഹം വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കവിതയുടെ രൂപഭാവ തലങ്ങളെ എത്ര സൂക്ഷ്മമായിട്ടാണ് കവിതയുടെ DNA എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അസാഹിതീയം എന്ന പുസ്തകത്തിൽ നമ്മുടെ സംസ്കാരം കടന്നു വന്ന, നമ്മുടെ സാഹിത്യം കടന്നു വന്ന പ്രധാനപ്പെട്ട പടവുകളെയൊക്കെ സൂക്ഷ്മമായി അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് വിഷ്ണുനാരായണ നമ്പൂതിരി സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായി ഞാൻ മനസ്സിലാക്കുന്നത് കുമാരനാശാന്റെ കവിതകളെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രൗഢമായ ഗ്രന്ഥമാണ്. ആകാരം കൊണ്ട് ഹ്രസ്വമാണെങ്കിലും അന്തസാരം കൊണ്ട് കനപ്പെട്ട ഗ്രന്ഥം അലകടലും നെയ്യാമ്പലുകളും. ആ പുസ്തകത്തിൽ ആശാന്റെ കവിത അടിസ്ഥാനപരമായി ഭാരതീയമാണ്. വേദോപനിഷത്തുക്കളുടെയും കാളിദാസീയമായ സംസ്കാരത്തിന്റെയും ഉൾത്തുടുപ്പുകൾ ഏറ്റുവാങ്ങിയ കവിയാണ് കുമാരനാശാൻ. അദ്ദേഹം പലരും കരുതുന്നത് പോലെ ബൗദ്ധ ദർശനത്തിന്റെ വക്താവല്ല, വേദത്തിന്റെ ദർശനമാണ് ആശാന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് വ്യക്തമായ ബോധത്തോടുകൂടി അദ്ദേഹം എഴുതി. അങ്ങനെ ഡോക്ടർ ശ്രീശൈലം, താങ്കളിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ തിരികെ വരാം. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഇവിടെ നമുക്ക് ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടിച്ചേർക്കാനുണ്ട്. എവിടെയോ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഒരു തിരിച്ചറിവ് പലയിടങ്ങളിലും ഇല്ലാതായിപ്പോയി എന്നുള്ള ചില കാര്യങ്ങളാണ് ഡോക്ടർ ശ്രീശൈലം സൂചിപ്പിക്കുന്നത്. ഇനി ഈ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഒരു സഞ്ചാരി ഉണ്ടായിരുന്നല്ലോ, സഞ്ചാരിയുടെ ഒരു മുഖമുണ്ട്. 8 തവണ ഹിമാലയത്തിൽ യാത്ര ചെയ്തു. ആ അനുഭവങ്ങൾ അതൊക്കെ പുസ്തകമായിട്ടുണ്ട്. അതുപോലെയുള്ള ഒരുപാട് അനുഭവ കാര്യങ്ങളൊക്കെ ശ്രീ ഓണക്കൂറിന് അറിയാമല്ലോ. അദ്ദേഹം എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല കാര്യങ്ങൾ തേടുന്ന അന്വേഷകനായ, നന്മയെ തേടുന്ന ഒരു അന്വേഷകൻ്റെ മുഖം വിഷ്ണുവിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കവിതയിലൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്കത് അറിയാൻ കഴിയുന്നു. അദ്ദേഹം വേദേതിഹാസങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നു, കാളിദാസ കവിതകളിലൂടെ സഞ്ചരിക്കുന്നു, ഉജ്ജയിനിയിലെ രാപ്പകലുകൾ എഴുതുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ മഹാപുരുഷന്മാരെ തിരിച്ചറിയുന്നു, ഭഗത് സിംഗിനെ കുറിച്ച് എഴുതുന്നു, മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതുന്നു, ടാഗോറിനെ കുറിച്ച് എഴുതുന്നു. എന്നുവെച്ചാൽ നമ്മുടെ വേദങ്ങളിൽ നിൽക്കുകയല്ല, ഉപനിഷത്തുകളിൽ മാത്രം നിൽക്കുകയല്ല, അവിടെ നിന്നൊഴുകുന്ന ഒരു ഗംഗയുടെ പ്രവാഹം പോലെ ഒഴുകി ഒഴുകി സമകാലിക ജീവിതത്തിൻ്റെ മുഖങ്ങളിലേക്ക് എത്തുന്ന നിരന്തരമായ ഒരു കാവ്യ യാത്രയാണ് വിഷ്ണുവിൻ്റെ കവിതകളിൽ കാണുന്നത് എന്ന് സാമാന്യമായിട്ട് പറയാം. അതുപോലെ ഭൂതലങ്ങൾ തേടിയുള്ള യാത്ര, ഇവിടെ വിജയനാഥ് സൂചിപ്പിച്ചതുപോലെ ഹിമാലയ യാത്രകൾ,
ഹിമാലയം എന്ന് പറയുന്നത് ഒരു പർവ്വതമല്ല നമുക്ക്, മറിച്ചൊരു ആധ്യാത്മിക ഭൂമിയാണ്, ഒരു ഗിരിശൃംഗമാണ്. അവിടേക്ക് 8 തവണ അദ്ദേഹം യാത്ര ചെയ്തു എന്നിവിടെ പറഞ്ഞു. എത്ര ശരിയാണ്. അതുപോലെ ലോക സംസ്കൃതി തേടിയുള്ള യാത്രകൾ, മാസിൻ്റെ ജന്മസ്ഥലിയിലേക്കുള്ള യാത്രകൾ, യൂറോപ്പിലേക്ക്, അമേരിക്കൻ വൻകരയിലേക്ക് ഒക്കെയുള്ള ഏത് യാത്രയും, എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് എന്തോ അതിനെക്കുറിച്ച് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിഷ്ണുവിനല്ല പ്രശ്നം, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവല്ല ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്ന സമയത്ത് അതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്, കാലം അവഗണിച്ച് കളയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അന്വേഷകനായ, സത്യാന്വേഷിയായ ഈ കവി അങ്ങനെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാപ്രതിഭയാണ്. ഒപ്പം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അദ്ദേഹം കണ്ടെത്താത്ത ദൃശ്യങ്ങളൊന്നും തന്നെയില്ല. എനിക്കെപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ഒരു ഓർമ്മ ഈ അവസരത്തിൽ പങ്കുവെക്കാം എന്നെനിക്ക് തോന്നുന്നു. 1978 വിഷ്ണുവിൻ്റെ ഒരു മനോഹരമായ കവിത ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ കവിതയുടെ പേര് ആദവും ദൈവവും എന്ന് ആണ്. അല്പം വിവാദം ഉണ്ടായത്, അല്പമല്ല, വലിയ കവിതയല്ല വിവാദമുണ്ടായത്. അദ്ദേഹം കവിത എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങളത് കോളേജ് ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ കോളേജ് ക്ലാസ്സുകൾ പഠിക്കാൻ ആദവും ദൈവവും എന്നുള്ള കവിത 1978 ഉൾപ്പെടുത്തിയ കമ്മിറ്റിയിൽ ഞാനും ഒരു എളിയ അംഗം എന്നുള്ള നിലക്ക് പറയുകയാണ്. ഉൾപ്പെടുത്തി കഴിഞ്ഞ് ഇത് ക്ലാസ് മുറികളിൽ അധ്യാപകർ പഠിപ്പിച്ച സമയത്ത് ഈ സമൂഹത്തിലുണ്ടായ ഒരു ഹാലിളക്കമുണ്ട്. എന്താണ്? കവിത നമുക്കറിയാം. പറുദീസയിൽ നിന്ന് ആദത്തെ ഹൗവയെ ദൈവം പുറത്താക്കി എന്നാണല്ലോ പുരാണങ്ങൾ പറയുന്നത്. ഭൂമിയിലേക്ക് ശപിച്ച് അയച്ചു എന്നാണ്. അപ്പോൾ പറുദീസ നഷ്ടം, പാരഡൈസ് ലോസ്റ്റ് സംഭവിക്കുകയാണ് ആദമിനും ഹൗവയ്ക്കും. അവർ ഭൂമിയിൽ വന്ന് പണിയെടുക്കുന്നു, വേർപ്പൊഴുക്കി ജോലി ചെയ്യുന്നു. ഈ സമയത്താണ് ദൈവം ഭൂമിയിലേക്ക് ഒരു യാത്ര നടത്തുന്നത്. ഒരു സഞ്ചാരഗതിയിൽ ഭൂതലത്തിലെത്തുന്നു യഹോവയായ ദൈവം എന്ന് പുരാണം. വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ഏദൻ, താൻ ആദമിനെ സൃഷ്ടിച്ചാക്കിയ ഏദന് തുല്യമായ മറ്റൊരു ഏദൻ ഭൂമിയിൽ കാണുന്നു. ഒരു പുരുഷനും സ്ത്രീയും നിന്നുകൊണ്ട് വേർപ്പൊഴുക്കി ജോലി ചെയ്യുന്നു. യഹോവയായ ദൈവം അടുത്ത് എന്ന് നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല, ആദവും ഹൗവയും തന്നെയാണ്. താൻ ഏദനിൽ നിന്ന് പുറത്താക്കിയ ആദവും ഹൗവയും ചേർന്ന് ഭൂമിയിൽ മറ്റൊരു ഏദൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഈ ആദമിനെ ഏദനിൽ നിന്ന് പുറത്താക്കേണ്ടിയിരുന്നില്ല എന്നോർത്ത് ദൈവം പശ്ചാത്തപിച്ചു എന്ന ആശയമാണ് ആ കവിതയിൽ അടങ്ങിയിരിക്കുന്നത്. വിപ്ലവകരമായ മാനുഷികമായ ഒരു അഭിഭീഷണം ആ കവിതയിൽ കവി നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് പഠിപ്പിച്ചു. എന്ത് മനോഹരമായ ആശയം, എന്ത് സുന്ദരമായ മാനവികതയെ അടയാളപ്പെടുത്തുന്ന കവിത എന്നൊക്കെ ഞങ്ങൾ അതിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ചില ഹാലിളകിയ ആളുകൾ എന്നേ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ, ഇതിനെതിരായിട്ട് വലിയ വിപ്ലവം ഉണ്ടാക്കി. ഈ കവിത 80കളിലാണ്. അതെ, ഈ കവിത നിരോധിക്കണമെന്നുള്ള അഭിപ്രായങ്ങളുണ്ടായി, വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായി. ഇങ്ങനെ അങ്ങ് ഒരു വശത്ത് ഇതങ്ങ് കത്തിക്കാളുമ്പോൾ എനിക്ക് എവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. രാവണിയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. നിശബ്ദനായി, നിർമ്മമനായി, അതിൽ ആകെ അശേഷം അസ്വസ്ഥത ഭാവിക്കാതെ ഒരു ഋഷിസഹജമായ ഭാവഗാംഭീര്യത്തോടുകൂടി നിസ്സംഗതയോടുകൂടി ഇരിക്കുകയാണ് വിഷ്ണു ചെയ്യുന്നത്. ആ ഒരു പുഞ്ചിരിയെ എനിക്കത് ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കും. വിഷ്ണുവിൻ്റെ ആ ഒരു ഭാവം എനിക്ക് അങ്ങ് വേണ്ടത്ര അതുപോലെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഞാൻ ചെയ്തത് തിരുവനന്തപുരത്തെ മെത്രാപ്പോലീത്തയെ പോയി കണ്ടിട്ട്, ആർച്ച് ബിഷപ്പിനെ പോയി കണ്ടിട്ട്, ഈ വന്യ വൈദികർ എന്തൊക്കെയാണ് ഈ ഒരു നല്ല കവിതയെക്കുറിച്ച് പ്രഭാഷിക്കുന്നത്, കവിയെ അങ്ങനെ കല്ലെറിയുന്നത് ശരിയല്ല എന്നുള്ള മട്ടിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ നോക്കി. ഞാൻ കയ്യിൽ കൊണ്ടുപോയ ഈ കവിത പറഞ്ഞു, അദ്ദേഹം ഇത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല, പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. ഞാനിത് മുഴുവൻ അദ്ദേഹം എന്നെ അനുവദിച്ചു അത് വായിച്ച് കേൾപ്പിക്കുന്നതിന്. ഞാൻ വളരെ വിനീതനായിട്ട് ഈ കവിത മുഴുവൻ ചൊല്ലി കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അയ്യോ ഈ കവിതയിൽ എവിടെ അപകടം, ഇതിലൊരു അപകടവും ഇല്ലല്ലോ എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ പിന്നെ അതോടുകൂടി ആ പ്രശ്നങ്ങൾ അവസാനിക്കുകയും എതിർപ്പുകൾ കെട്ടടങ്ങുകയും ചെയ്തു. വിഷ്ണു അതിനെ എങ്ങനെയാണ്? ഞാൻ ഒന്നിടപെട്ടെ ശ്രീ ഓണക്കൂർ. ഇപ്പോൾ നമ്മുടെ ശ്രീമതി ലോബ ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ലോബ, ഈ കവിതയുടെ വിഷ്ണു ലോക അനുസ്മരണത്തിലേക്ക് സ്വാഗതം. കേൾക്കാമോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു കവി എന്ന രീതിയിൽ താങ്കൾ ഏത് തരത്തിലാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരിയെ ഓർമ്മിച്ചെടുക്കുന്നത്?
വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് ഒരു മലയാള കവി എന്നുള്ള നിലയിലല്ല, ലോക കവി എന്നുള്ള നിലയിലാണ് എന്റെ മനസ്സിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. കാരണം അദ്ദേഹം സാർവലൗകികമായ ഒരു മനുഷ്യ ദർശനം, നോവും ആത്മാവിനെ സ്നേഹിക്കാത്ത, ഒരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കാത്ത, വളരെ ആഴത്തിലുള്ള ജീവിത ദർശനമുള്ള ഒരു കവിയായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ്. ഒരു കവി എന്നതിലുപരി ഒരു മഹാനായ മനുഷ്യൻ, ഒരു വലിയ മനുഷ്യൻ, ഏറ്റവും ലാളിത്യത്തോടെ പെരുമാറി. എനിക്ക് വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങൾ സാറുമായിട്ട് ചേർത്ത് ഓർക്കാനുണ്ട്. ഞാൻ കവിത എഴുതി തുടങ്ങിയ കാലത്ത് NE കൃഷ്ണവാര്യർ സ്മാരക ട്രസ്റ്റിന്റെ ക്യാമ്പുകളിലൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സാരഥ്യം വഹിച്ചിരുന്നത് സാറായിരുന്നു. അപ്പോ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം ലാളിത്യത്തോടെ പെരുമാറുന്ന ഒരാളാണ്. നമ്മുടെ നമ്മുടെ ടീനേജ് പ്രായത്തിലൊക്കെയുള്ള ചെറിയ ചെറിയ ഈഗോകളെ, അങ്ങനെയുള്ള നമ്മുടെ അഹംഭാവത്തെയൊക്കെ ഏത് വ്യക്തിയുടെ തന്റെ വിനീതമായ പെരുമാറ്റം കൊണ്ട് ലജ്ജിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത്രമാത്രം വിനീതനാവാ ഒരു മനുഷ്യന് എന്ന് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി. താൻ എഴുതിയതുപോലെയൊക്കെ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു ജീവിത ദർശനം, ഒരു വ്യക്തിത്വം കവിതയിലും വ്യക്തി ജീവിതത്തിലും പുലർത്തിയ ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ പോലെ ഒരാളെ നമുക്ക് ഇനി ഇല്ല എന്ന് തന്നെ അത് ഓർക്കുന്നത് തന്നെ വലിയ ഒരു സങ്കടമാണ്. കാരണം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ സാന്നിധ്യമാണ് സാറ്. അത് എന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ എല്ലാ എല്ലാ സന്തോഷങ്ങളിലും സാറിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എപ്പോഴും തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം, ചേക്കേറാൻ പറ്റുന്ന ഒരു സ്ഥലം, അതൊക്കെ വലിയ ഒരു വേദനയാണ്. പക്ഷെ നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അതിന്റെ മുമ്പിൽ, ആ വിധിയുടെ മുമ്പിൽ നമ്മൾ തലകുനിക്കുന്നു എന്നല്ലാതെ സാറിന്റെ കവിതയിലൂടെ സാർ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. WBHന്റെ കവിതകള്, ഈ NE ട്രസ്റ്റിന്റെ ക്യാമ്പുകൾക്കൊക്കെ അദ്ദേഹം കോളേജിലൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ കവിതാ ക്യാമ്പുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ വടശ്ശേരിയുടെ വൈലോപ്പള്ളി മാഷെ ഒക്കെ കവിതകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാനും കേൾക്കാനും ഒക്കെ സാധിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോ ആ കുടുംബത്തോടൊപ്പം എന്റെ ദുഃഖമായിട്ട് തന്നെ അതിൽ പങ്കുചേരുന്നു. വളരെ വളരെ നന്ദി ശ്രീമതി ലോബ ഈ ഇത്രയും വിവരങ്ങൾ നൽകിയതിന്. ശ്രീ ഓണക്കൂറിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലയാള കവിയല്ല, വിശ്വകവി എന്ന് തന്നെയാണ് ശ്രീമതി ലോബ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കവിതയുടെ വിവാദത്തിലേക്കാണ് താങ്കൾ പോയത്. കവിത ഒരു വിവാദം ഉണ്ടാക്കിയില്ല. കവിത വേണ്ട വിധം മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാക്കിയ ഒരു വിവാദമാണിത്. പക്ഷേ അത് നിസ്സംഗനായി നേരിട്ട ഒരു കവിയുടെ മുഖം, ഹൃദയം അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ. ഈ കവിതയെക്കുറിച്ച് തന്നെ ഒരു വാക്ക് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത് ക്ഷമിക്കണം, എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ ഒരു സമർപ്പണം ആണ് വിഷ്ണുവിൻ്റെ മുമ്പിൽ. ഈ സംഭവത്തോട്, ആദവും ദൈവവും എന്ന കവിതയെക്കുറിച്ചുണ്ടായ വിവാദത്തോട് വിഷ്ണു നിശബ്ദനായി നിർമ്മമനായി നിലകൊണ്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ഈ വിപ്ലവമെല്ലാം ബഹളമെല്ലാം അടങ്ങിക്കഴിഞ്ഞൊരു ദിവസം മകൾ അതിഥി എന്ന് നമ്മളെല്ലാം വിളിക്കുന്ന, ഞങ്ങൾ ഉഷ എന്ന് വിളിക്കുന്ന മകളും ഒരുമിച്ച് എൻ്റെ വീട്ടിൽ വന്ന് എനിക്കൊരു കവിത എഴുതി തന്നു. എനിക്ക് വിഷ്ണു തന്നത് ഒറ്റയ്ക്ക് നിന്ന് ഈ പ്രശ്നങ്ങളെ നേരിടാൻ ശ്രമിച്ച ഒരു എളിയ കാവ്യാസ്വാദകൻ എന്നുള്ള നിലക്ക് എൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വിഷ്ണു എനിക്ക് എഴുതി തന്ന ഒരു കവിതയുണ്ട്. ഓണക്കൂറിന് വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന് എഴുതിയ ആ കവിത വിഷ്ണുവിൻ്റെ സമാഹൃത ഗ്രന്ഥമായ വൈഷ്ണവത്തിൽ പ്രത്യേകമായിട്ട് ചേർത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ആത്മകഥയായ ഹൃദയ രാഗങ്ങളിലും അത് ചേർത്ത് വച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സമയത്ത് നമസ്കാരപൂർവ്വം എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനെ ഓർമ്മിച്ചുകൊണ്ട് പറയുന്നത്, വിഷ്ണുവിൻ്റെ ആ കവിതയാണ് ഓണക്കൂറിന് വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന പേരിൽ എഴുതിയ ആ കവിതയുടെ കയ്യിലുണ്ട്. അതിലെ വരികൾ ചൊല്ലാമല്ലോ? ഞാൻ ചൊല്ലുന്നില്ല, എന്നെ കുറിച്ച് എഴുതിയൊരു കവിത ആയതുകൊണ്ട്. അല്ല, അതിലെ രണ്ടു വരിയെങ്കിലും അത് ഏതെങ്കിലും ആർക്കെങ്കിലും ഒരു വായനക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അത് പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എഴുതിയതാണ്. ഇതെല്ലാം ഓർമ്മിച്ചുകൊണ്ട്, ഉച്ചതിരിഞ്ഞെന്നോ ചെങ്ങാതി നിശ്ചയമൊട്ടും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് കുറേ വിശേഷങ്ങളാണ്. എൻ്റെ വേഷത്തെക്കുറിച്ചും എൻ്റെ സംസാര രീതിയെക്കുറിച്ചും ഭാവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്,
ഏറെ പ്രിയമൊടും ഓർക്കുന്നേൻ വീറുറ്റ താങ്കൾ തൻ സംവാദം പൂർവാപരങ്ങൾ തിരിയാത്ത പാവങ്ങൾ പണ്ടൊരു കാലത്ത് എൻ്റെ കവിത നിരോധിക്കാൻ കൊണ്ടുപിടിച്ചു കയർത്തപ്പോൾ നാടാകെ പേയിളകുന്നേരം നായത്തളയ്ക്കുക നന്നായി ഞാൻ ഉരിയാടാതിരുന്നപ്പോൾ താൻ ഒരാൾ അങ്കത്തരിപ്പോടെ ഉന്നം പിഴയ്ക്കാത്ത വാക്കോടെ ഒന്നിച്ചു ചേർത്തോരണിയോടെ വേദിയിൽ നിന്ന് ഭവാൻ ചെയ്ത വാണി വിവേക പ്രഘോഷങ്ങൾ എന്ന് പറഞ്ഞ് എൻ്റെ ഈ വാദമുഖങ്ങളെയൊക്കെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് വിഷ്ണു എഴുതിയ ഈ കവിത എന്ന് പറയുന്നത് ഒരു മഹാകവി അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് എന്നോട് കാണിച്ച ഈ ഔദാര്യം ഇതൊരു അധ്യാപകൻ്റെ സ്വരമാണ്. ഇതൊരു സാഹോദര്യത്തിൻ്റെ വലിയ മുഖമാണ്. അതുപോലെ ഉറപ്പിച്ച് ഈ സമയത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. വിഷ്ണുനാരായണൻ നമ്പൂതിരി ഏറ്റവും വലിയ പുരോഗമനവാദിയായ ആചാരങ്ങളെ ലംഘിച്ച കവിയാണ് എന്ന് പറയാൻ എനിക്ക് സാധിക്കും. എന്തെന്നാൽ പലപ്പോഴും ഈ അക്കിത്തം ഒരു കൂട്ടിച്ചേർത്ത് ഇങ്ങനെ കുറേ കവികൾ നമ്മൾ പറയും. എന്നിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളതിനെ കെട്ടാനും ശ്രമിക്കും. പക്ഷേ എല്ലാ ആചാരങ്ങളെയും ഉല്ലംഘിക്കുന്ന വിധത്തിലുള്ള കവി പുരോഗമനവാദിയായ കവി 100% ആയിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന് കാലം തെളിയിക്കും. ഇതിനോട് കൂട്ടിച്ചേർത്ത് ചില കാര്യങ്ങളോട് ചോദിക്കാനായിട്ട് ഞാൻ തൃശ്ശൂർ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. ശ്രീ രാവുണ്ണി, ഇതില് ഇപ്പോൾ ഇവിടെ നേരത്തെ ഡോക്ടർ ശ്രീശൈലം പറയുകയുണ്ടായി, പലപ്പോഴും പലരിൽ നിന്നും ഒരുപക്ഷെ വേണ്ട തരത്തിൽ അംഗീകാരം വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി. വിമർശന ലോകം ചിലരെയൊക്കെ മാറ്റി നിർത്തി. അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കവിയായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി. അങ്ങനെയാണോ താങ്കൾക്ക് തോന്നുന്നത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. ആ വിലയിരുത്തലിനെ തിരസ്കരിക്കാനോ സ്വീകരിക്കാനോ ഞാൻ ആളല്ല. കാരണം ഞാൻ നോക്കിക്കാണുന്ന നാം ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ഒപ്പം പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും വലിയ പ്രഭാവത്തോടു കൂടി നിറഞ്ഞു നിൽക്കുന്ന മുതിർന്ന കവികളിൽ പെട്ടൊരാളായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും നിലയ്ക്ക് അദ്ദേഹത്തെ ആരെങ്കിലും തിരസ്കരിക്കാനോ മറച്ചു വെക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ ജോജു ഓണക്കുറി സാറ് പറഞ്ഞൊരു സംഗതി ഉണ്ട്, പെട്ടെന്ന് ചില വിവാദങ്ങൾ വരുന്നുള്ളതാണ്. അത് സാറ് തന്നെ നേരത്തെ പറയണ്ടായി. അത് കവിതയുടെ പ്രശ്നമല്ല, വായിക്കുന്നവരുടെ പ്രശ്നമാണ്, സമൂഹത്തിൻ്റെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കണ്ടായി. കഥയെ, നോവലിനെ, നാടകത്തെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് ചില വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടും. ഈ വിവാദങ്ങൾ പലപ്പോഴും മതവികാരവുമായി ബന്ധപ്പെടുകയും ഒരു വലിയ പ്രതിഷേധം മതവികാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരികയും ചെയ്യും. ഇങ്ങനെ വലിയ പ്രതിസന്ധികൾ പലപ്പോഴും വരാറുണ്ട്. ഇത് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ വിവാദങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ തിരിച്ചു പോവുകയും കവിത മാത്രം ബാക്കിയാവുകയും ചെയ്യും, നാടകം മാത്രം ബാക്കിയാവുകയും ചെയ്യും, നോവൽ മാത്രം ബാക്കിയാവുകയും ചെയ്യും. കാരണം ഈ വിവാദം എന്നുള്ളത് കവിതയ്ക്ക് പുറത്ത്, സാഹിത്യത്തിന് പുറത്ത്, സംസ്കാരത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് മറ്റു ചില താല്പര്യങ്ങളുടെ പേരിലാണ് ഇത്തരം വിവാദങ്ങൾ വരുന്നത്. ഈ വിവാദങ്ങൾ വെച്ചുകൊണ്ടല്ല കവിതയെ വിലയിരുത്തേണ്ടത്. കവിത വിവാദങ്ങൾക്കും അപ്പുറത്താണ്, കാലങ്ങൾക്കും അപ്പുറത്താണ്. പിന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ കവികൾക്കും കിട്ടേണ്ട മുഴുവൻ ബഹുമാനവും അപ്പം തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം ഈ കവി ജീവിച്ചിരിക്കുമ്പോൾ പല കാരണം കൊണ്ടും ഈ കവിയെ തമസ്കരിക്കാൻ, ചവിട്ടി താഴ്ത്താൻ, മറച്ചു വയ്ക്കാൻ പല ശ്രമം നടക്കും. നമുക്കറിയാം, ചങ്ങമ്പുഴ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചങ്ങമ്പുഴ കവിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ, ചങ്ങമ്പുഴ കവിത എഴുതാൻ പാടില്ല എന്ന് ചങ്ങമ്പുഴ ജീവിച്ചിരിക്കുന്ന പ്രദേശത്ത് തന്നെ യോഗം ചേർന്ന് പ്രമേയം പാസാക്കിയ സംഭവങ്ങൾ, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ തിരസ്കാരങ്ങൾ, കയ്പ്, വേദനകൾ ഒക്കെ മാത്രം സഹിക്കേണ്ടി വന്നൊരു ജീവിതമാണ് ചങ്ങമ്പുഴയുടേത് എന്ന് നമുക്കറിയാം. ഇത് ചങ്ങമ്പുഴയ്ക്ക് മാത്രമല്ല, മിക്കപ്പോഴും പ്രതിഭാശാലികൾക്ക്, കവികൾക്ക് സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ കാർമേഘമൊക്കെ പെട്ടെന്ന് പോകും. ഒന്ന് മാറുകയും കവിത മുമ്പിൽ വരികയും കല മുമ്പിൽ വരികയും സംസ്കാരം മുമ്പിൽ വരികയും ചെയ്യും. വരമ്പത്ത് കൂലി കിട്ടുന്ന ഒരു ഏർപ്പാടല്ല കവിത എന്നുള്ളതാണ്. അത് കാലമാണ് തരുന്നത് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വിഷ്ണു സാറ് ഏറ്റവും കൂടുതൽ തിരിച്ചറിയപ്പെട്ട ഒരു കവി ആണെന്നുള്ളതാണ്. പല മാനങ്ങളുള്ള വ്യക്തിത്വം ഉണ്ട് അദ്ദേഹത്തിന്. നേരത്തെ പറഞ്ഞ പോലെ ചില ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം വളരെ പഴഞ്ചനായ
ചില കാര്യങ്ങളുടെ കൂടെ നിൽക്കുന്നു, പൗരാണിക മൂല്യങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് കാണാം. എന്നാൽ അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം വേദേതിഹാസങ്ങൾ വായിക്കുന്നു, പുരാണങ്ങൾ വായിക്കുന്നു, പുരാണങ്ങളെ കുറിച്ച് കവിത എഴുതുന്നു, പുരാണങ്ങളിലെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്ന് വെച്ച് അദ്ദേഹം ഒരു പുരാണാസക്തനായ, പഴഞ്ചനായ, പിന്നോക്കിയായ ഒരു വ്യക്തിയല്ല. അദ്ദേഹം അങ്ങനെയുമാണ്. ഈ മുഖം എവിടെ പോലെ എന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അത്തരം കവിത എഴുതുകയും ഇന്ത്യ എന്ന വികാരം പോലെ വളരെ സമകാലികമായ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് കവിത എഴുതുകയും ചെയ്യുന്നു. ഈ കവിത എഴുതാൻ വെച്ചുകൊണ്ട് അദ്ദേഹം സമകാലികമായ കാര്യങ്ങളിലേക്ക് മാത്രം നോക്കുന്ന ഒരാളാണ് എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ അങ്ങനെ ആ വ്യാഖ്യാനം ശരിയല്ല. കാരണം അതിനും അപ്പുറത്താണ്. മാർക്സിനെ കുറിച്ച് നേരത്തെ ഓണക്കുറിച്ച് സാർ പറയണ്ടായി. മാർക്സിനെ പോയി കാണുകയും മാർക്സിന്റെ പ്രശസ്തമായ മിച്ചമൂല്യ സിദ്ധാന്തം അത് നോക്കണം. അത് കവിതയാക്കിയ ഒരു കവിയാണ് വിഷ്ണു സാർ എന്നുള്ളതാണ്. നമ്മൾ നോക്കുക, ശിഷ്ടമൂല്യം ഭുജിക്കുന്നോർ ശിഷ്ടയത്നം ഭുജിക്കാം. കൃത്യമായി ആ മിച്ചമൂല്യ സിദ്ധാന്തത്തിന്റെ മാർക്സിയൻ തീസീസാണ് കവിതയാക്കുന്നത്. അപ്പൊ അങ്ങനെ ആ കാര്യം പോലും കവിതയാക്കുന്ന ഒരു കവിയാണ് അദ്ദേഹം. അങ്ങനെ മറ്റുള്ളവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്ന വൈശ്യരെ നേരിട്ട് പ്രതിഷേധിക്കുന്ന, വൈശ്യരോട് നേരിട്ട് പ്രതിഷേധിക്കുന്ന കവിത എഴുതിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയും ഇദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ആണല്ലോ എന്ന് പറയാം. അങ്ങനെ നിർത്താൻ പറ്റില്ല. കാരണം അതിനെല്ലാം അതിജീവിക്കുന്ന വിധത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ളൊരു സമഗ്രമായ വ്യക്തിത്വമാണ് എന്നുള്ളതാണ്. അത് ഇന്ന് തിരിച്ചറിയപ്പെട്ടില്ലെങ്കിൽ നാളെ തിരിച്ചറിയപ്പെടും. കാരണം നമ്മുടെ കൂടെ അദ്ദേഹത്തിന്റെ ശരീരം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ആ മഹത്തായ കവിതകൾ പല ദൂരങ്ങളിലേക്കും പല കാലങ്ങളിലേക്കും പല ദേശങ്ങളിലേക്കും പല ദർശനങ്ങളിലേക്കും നമ്മളെ പിടിച്ചു കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ മഹത്തായ കവിതകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളില്ലാതെയായാലും വിഷ്ണു സാറിന്റെ കവിതയെ പരിഹസിക്കുകയും നിന്ദിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന, തിരസ്കരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളാരും ഇല്ലാതെയായാലും ഈ കവിത ജീവിക്കുന്നുള്ളതാണ്. കാരണം അങ്ങനെ കാലാതീതമായൊരു ചൈതന്യം, മനുഷ്യ സ്നേഹം, ചരിത്രബോധം, ദാർശനിക ഗൗരവം ഈ കവിതകൾ നിലനിർത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പം ഞാൻ തിരിച്ചു താങ്കളിലേക്ക് തന്നെ വരാം. ശ്രീ രഘുനാഥ്, ഇപ്പോൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത് വിഷ്ണുനാരായണൻ നമ്പൂതിരി. പക്ഷേ വിവാദങ്ങളോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. 2 വിവാദങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തും അദ്ദേഹം, നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ആ പുഞ്ചിരിയോടുകൂടി അങ്ങനെ നിൽക്കും. ഇപ്പോൾ ഒരു വിവാദം പറഞ്ഞു കവിതയെക്കുറിച്ച്, ആദമും ദൈവവും, അത് ശ്രീ ഓണക്കൂറോട് സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ യാത്ര ചെയ്തതിൻ്റെ പേരിലുള്ള വിവാദം, കടൽ കടന്നുപോയി, ലണ്ടനിലേക്ക് പോയി. ഈ വിവാദവും കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അദ്ദേഹം ഗൗരവമായി എടുത്തിട്ടില്ല. പരിസ്ഥിതി പ്രവർത്തനമായിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ സുധുമാരി ടീച്ചറുടെ ഒപ്പം നിന്ന ആളാണ്. സാമൂഹ്യ പ്രശ്നങ്ങൾ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അവരുടെ അതിനോട് പ്രതികരിക്കുമ്പോൾ മാത്രമാണ് സാമൂഹ്യ പ്രശ്നം എന്ന് ധരിക്കുന്നിടത്താണ് തെറ്റ്. പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൈലന്റ് വാലി പ്രശ്നത്തിൽ എൻ്റെ ജോയിന്റ് കൺവീനറായിരുന്നു വിഷ്ണുമാഷ്. ഞങ്ങൾക്കറിയാം, ഒരുമിച്ച് അത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സുഗതകുമാരി ടീച്ചറോടൊപ്പം നിൽക്കുന്നു. ഭൂമിയെ സ്നേഹിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ടീച്ചറോട് ഒരു സഹോദരിയെ പോലെ. അത് മാത്രവുമല്ല, ഒരു സംഭവം കൂടി അത് ഓർക്കേണ്ടതുണ്ട്. കാരണം സുഗതകുമാരി ടീച്ചർ വിശ്വാസിയാണ്. ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ വിഷ്ണുമാഷിന്റെ കയ്യിൽ നിന്നാണ് പ്രസാദം വാങ്ങുന്നത്. പ്രസാദം വാങ്ങുന്ന സമയത്ത് ആ പാദത്തിൽ ഒന്ന് ഒരു തൊഴുതു. പക്ഷേ വിഷ്ണുമാഷ് ഉടനെ തന്നെ എന്നേക്കാൾ മുതിർന്ന, പ്രായം കൊണ്ട് എന്നേക്കാൾ മുതിർന്ന ടീച്ചറുടെ കാലുകളിൽ നമസ്കരിച്ചിട്ട് ക്ഷമാപണം നടത്തുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന്റെ നിർമ്മലമായ ഭാവത്തിന് ഇതിലപ്പുറം എന്താണ് തെളിവ് വേണ്ടത്? അദ്ദേഹത്തിന്റെ ഓരോ വരികളിലും നമ്മൾ അനാലിസ് ചെയ്യണം. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ, രാവണി സാർ സൂചിപ്പിച്ചതുപോലെ, ഉണ്ണികൃഷ്ണ മാഷ് സൂചിപ്പിച്ചതുപോലെ വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും വിഷ്ണുനാരായണ നമ്പൂരി എന്ന കവിയുടെ കവിതകൾ ചർച്ച ചെയ്യും. കാരണം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ്. പല കവികളും
നേരത്തെ പറഞ്ഞ പോലെ ചങ്ങമ്പുഴയുടെ കാര്യമായാലും ഈ ചങ്ങമ്പുഴ പറഞ്ഞപ്പോഴാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാർ എഴുതിയിട്ടുള്ള കവിതകള്, പ്രണയ കവിതകള് എത്ര കുട്ടികൾ അത് പകർത്തി എഴുതിയിട്ടുണ്ട് എന്ന്. അതൊരു സമാഹാരത്തിന്റെ പേര് തന്നെയാണ്. അപ്പൊ കാൽപ്പനികതയെ അദ്ദേഹം തിരസ്കരിച്ചിട്ടേ ഇല്ല. പക്ഷെ ആ കാൽപ്പനികതയാകട്ടെ എന്ത് രസകരമായിട്ടാണ് ചില വരികൾ അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധമൊന്നും നമുക്ക് തോന്നും. ഓരോരുത്തരുടെ ജീവിതമായിട്ടും ഓരോ കാമുകിയും കാമുകന്റെയും ജീവിതമായിട്ടും അവിടെ സ്ത്രീ ഒരു സ്പർശനമില്ലാതെ ഒരു നോക്കുപിഴയ്ക്കാതെയുള്ള പ്രണയത്തെക്കുറിച്ചൊക്കെ എഴുതാൻ വിഷ്ണുമാഷയുടെ ആ കരുത്ത് ഒരുപക്ഷെ വരും കാലങ്ങളിലൊക്കെ ഇനിയും കുട്ടികൾ അത് കോപ്പി അടിച്ച് ഇനിയും പ്രണയ കുറിപ്പുകൾ എഴുതും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത്തരത്തിലൊരു വിപ്ലവകാരിയാണ് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ. മാർക്സിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവിടെയാണ് അദ്ദേഹം ദർശനത്തെക്കുറിച്ച് നേരത്തെ സാർ സൂചിപ്പിച്ചത്. ആ മാർക്സിയൻ ദർശനത്തെ, ആ വൈശ്യ എന്നുള്ള പ്രയോഗം തന്നെ ഈ കച്ചവടത്തിനോടുള്ള ആ താല്പര്യത്തിനെ അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. അതേസമയത്ത് പാരമ്പര്യത്തോട് അദ്ദേഹം ചില ഘട്ടത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിലെ പ്രസിഡന്റായിരുന്ന ഒരു ആദ്യത്തെ വനിതയ്ക്ക് അദ്ദേഹം ഒരു കത്തെഴുതുകയാണ്. എന്തിനാണ് കത്തെഴുതുന്നത്? സ്വപ്നത്തിൽ ഞാൻ എന്നുള്ള ഒരു പ്രയോഗം, സ്വപ്നത്തിൽ കണ്ടൊരു കാര്യം, അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു കത്തെഴുതാൻ കഴിയുന്ന ഒരു വിപ്ലവകാരിയല്ലേ അത്? അപ്പൊ എങ്ങനെ വിപ്ലവം അല്ലാതെ ഇരിക്കും? അപ്പൊ അത്തരത്തിൽ ആത്മീയ, നേരത്തെ പറഞ്ഞ പോലെ വേദങ്ങള് എല്ലാ കാലത്തും സംഘർഷകരമായിട്ടുള്ള കാലഘട്ടമാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതിനൊക്കെ ശാന്തി, സമാധാനം, സന്തോഷം തരുന്നത് നമ്മുടെ വേദോപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന ആ ജ്ഞാനമാണ്. അത് പരിപുഷ്ടമാക്കാനാണ് അദ്ദേഹത്തിന്റെ കാളിദാസന്റെ കൃതികളിലൂടെ ഈ സൈന്ധവ അല്ലെങ്കിൽ ഹിമാലയ യാത്രകളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അവിടെ അദ്ദേഹം ഒരു ഋഷിതുല്യനായി മാറുകയാണ്. ആ ഋഷിയുടെ വാക്കുകളും കവിതകളും അത് സ്ഫുടം ചെയ്തെടുത്താണ്. അതിന്റെ താളബദ്ധമാണ്. അത് വൃത്തം എന്നുള്ളത് ആ വൃത്തവും താളവും ഹൃദയത്തിന്റെ താളമായിട്ട് എത്ര നിർമ്മലമായിട്ടാണ് ഒഴുകുന്നത്. അല്ലാത്ത വരികളും എഴുതിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. അപ്പൊ ആധുനികത എന്ന് പറയുന്നത്, ആധുനികത അത്തരത്തിൽ സാമൂഹ്യമായ പ്രശ്നങ്ങളെ ഇടപെട്ടുകൊണ്ട്, ഈ സാമൂഹ്യം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കാഴ്ചക്കാരന്റെ കണ്ണിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ചെയ്തതൊക്കെ ശരിയാണ് എന്ന് സമർത്ഥിക്കാനൊന്നും പോയിട്ടില്ല. എന്റെ സുഖമാണ് എന്റെ കവിത, എന്റെ രചനയാണ്. അല്ലാതെ അതിനകത്ത് അദ്ദേഹം കൂടുതൽ ഇടപെടാൻ ശ്രമിച്ചിട്ടില്ല. ആ വിവാദമുണ്ടായ സന്ദർഭത്തിൽ പോലും അതിന് നമുക്കറിയാം, അദ്ദേഹം അതിനെ ആ ക്ഷേത്രത്തിൽ അദ്ദേഹം അവർക്ക് പ്രയാസം ഉണ്ടായെങ്കിൽ എനിക്കതിൽ യാതൊരു മടിയുമില്ല എന്നുള്ള തരത്തിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഈ മനസ്സ്, അത് അദ്ദേഹത്തിന് കിട്ടിയത് വേദജ്ഞാനത്തിൽ തന്നെയാണ്. അതാണ് നമ്മൾ ഈ പാരമ്പര്യത്തെ നമുക്ക് പിന്നിലേക്ക് നമുക്ക് കഴിയില്ല എന്ന് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നവീനം. ആ പൂവിന്റെ കാര്യമൊക്കെ നേരത്തെ സൂചിപ്പിച്ചത്, നവീനമായ എല്ലാ അംശങ്ങളെയും അദ്ദേഹം എപ്പോഴും സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ ഇപ്പോൾ ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഞാൻ അതിനുശേഷം ഡോക്ടർ ശ്രീശൈലത്തിലേക്ക് വരാം. ശ്രീ എങ്ങണ്ടിയൂർ, കേൾക്കാമല്ലോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ? തിരിച്ചു വരാം. ഡോക്ടർ ശ്രീശൈലം, ഇവിടെ ഡോക്ടർ ശ്രീ KG രഘുനാഥ് പറഞ്ഞ ഒരു കാര്യത്തിനോടൊപ്പം ഞാൻ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹം വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഈ പ്രണയഗീതങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. ഈ വിധം നെടുവീർപ്പിട്ട് അന്യോന്യം സ്വപ്നം കാണാൻ നാം ഇരുവരും ചെയ്ത പുണ്യം എന്താവാം തോഴി എന്ന് പ്രണയഗീതങ്ങളിൽ ഒരു പുതിയ പ്രണയ സങ്കല്പം തന്നെ കൊണ്ടുവന്നു. ഇത് കേട്ടിട്ടാണ് വൈലോപ്പിള്ളി മാഷ് പറഞ്ഞത് പ്രേംജി എന്ന് വിളിക്കുകയുണ്ടായി. താങ്കൾക്ക് ഇവർ തമ്മിലുള്ള ആ ഒരു അടുപ്പത്തെക്കുറിച്ചോ അവരുടെ രണ്ടുപേരുടെ ഒരു കാവ്യലോകത്തെക്കുറിച്ചും താങ്കൾക്ക് പറയാനുണ്ടാകുമല്ലോ, ഡോക്ടർ ശ്രീശൈലം. തീർച്ചയായിട്ടും വൈലോപ്പിള്ളി അടക്കമുള്ള നമ്മുടെ വലിയ കവികൾ ഈ ലോകത്തെ, പ്രണയത്തെ, ദാമ്പത്യത്തെ ഒക്കെ എങ്ങനെയാണ് വിശകലനം ചെയ്തത് എന്ന് വളരെ വിസ്തരിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന ശാങ്കര ദർശനത്തെ പല നിലകളിൽ തിരുത്തിയവരാണ് ഈ കവികളൊക്കെ. ബ്രഹ്മം സത്യമാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഈ ജഗത്തും സത്യമാണ്, ജഗത്തിലെ അനുഭൂതികളും സത്യമാണ്, ജഗത്തിന്റെ മനോഹരങ്ങളായ ദൃശ്യങ്ങളും സത്യമാണ്, അതിൽ പരമാവധി നമ്മൾ മുഴുകണം, അതേസമയം തന്നെ ഭോഗാസക്തി വെടിഞ്ഞുകൊണ്ട് ത്യാഗചിന്തയോടുകൂടി ഈ ലോകത്ത് പുലരണം എന്നുള്ള അങ്ങേയറ്റം ഹിതകരമായ ഒരു ദർശനമാണ് വാസ്തവത്തിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത്.
അത് വൈരാഗ്യത്തിന്റെ കവിതയല്ല, സത്യത്തിൽ ഭൂരതിയുടെ കവിതയാണ്. അതുകൊണ്ടാണ് ആ കവിതയിൽ ഭൂമി നിത്യസുന്ദരമായ ഒരു അനുഭവമായി നിലകൊള്ളുന്നത്. പ്രണയം അതിവിശിഷ്ടമായ ഒരു അനുഭൂതിയായി നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല, ധർമ്മവിരുദ്ധമല്ലാത്ത കാമം എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദർശനം കടന്നു വരുന്നത്. ഇത് വൈദികമായ ദർശനം തന്നെയാണ്, ഔപനിഷദികമായ ദർശനം തന്നെയാണ്. വേദങ്ങൾ വളരെ ഭംഗിയായി ഈ ഭൂമിയിലെ ജീവിതത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ആ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ബോധ്യപ്പെടും. അവിടെയുള്ള വേദങ്ങളിലുള്ള പ്രകൃതി സ്ഥലങ്ങൾ വായിച്ചാൽ ഈ പ്രകൃതിയുടെ മനോഹാരിതയെ ഋഗ്വേദ കവികൾ അടക്കം ആവിഷ്കരിച്ചത് വായിച്ചാൽ, ഉദഗ്ര രമണീയ പൃഥ്വി എന്നുള്ള കാളിദാസീയമായ ദർശനം വായിച്ചാൽ ഈ പ്രപഞ്ചം തിരസ്കരിക്കേണ്ട ഒന്നല്ല, ഈ പ്രപഞ്ചം മിഥ്യയല്ല, ഈ പ്രപഞ്ചത്തിലെ അനുഭൂതികളെ പരമാവധി നുകരാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതേസമയം തന്നെ ചൂഷണത്തിന്റെ വഴിയിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം എന്നുള്ള ഒരു ആശയം അത് വൈലോപ്പിള്ളി കവിതകൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ വിഷ്ണുനാരായണ നമ്പൂതിരി സാറിന്റെ കവിതകൾ വായിക്കുമ്പോൾ തിരിച്ചറിയുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ യഥാർത്ഥ കാവ്യാസ്വാദനം ഈ സത്യസന്ധമായി ഈ വിഷയത്തെ നോക്കിക്കാണുന്നതിൽ പരാജയപ്പെട്ടു. ലീലാവതി ടീച്ചറും ആത്മാരാമനും പഴയകാലത്തെ പ്രശസ്തനായ അധ്യാപകൻ MK വത്സനും ഒക്കെ വിഷ്ണുനാരായണ നമ്പൂതിരി സാറിന്റെ കവിതകളിലെ ഈ പ്രപഞ്ച ദർശനത്തെ, വള്ളത്തോളിന്റെ കവിതയിലും മറ്റും നാം കണ്ട ഈ പ്രപഞ്ച രതിയെ, പ്രണയത്തെ, ദാമ്പത്യത്തെ ഏറ്റവും മനോഹരമായ അനുഭവമായി കാണുന്ന ഒരു സങ്കല്പത്തെ നമുക്ക് ഗാർഹസ്ഥ്യ വഴിക്ക് നേടാം, വിമുക്തിയെക്കാളും അഖണ്ഡമാം സുഖം എന്ന് വിശ്വസിച്ച ആ ഒരു വള്ളത്തോളിന്റെ മഹത്തായ പാരമ്പര്യം, അത് വിഷ്ണുനാരായണ നമ്പൂതിരി സാറിലൂടെ ഒക്കെ പോഷിപ്പിക്കപ്പെട്ട് മുന്നോട്ട് നീങ്ങി ബാലൻ ചുള്ളിക്കാടിന്റെ പ്രണയ കവിതകൾ അടക്കം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. പ്രസ്ഥാന ഭേദത്തിന് അതീതമായി ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കാനുള്ള ഒരു താല്പര്യം. പക്ഷെ അത് നമ്മുടെ ആധുനിക നിരൂപണം കണ്ടുപോ, ഉത്തരാധുനിക വിമർശനം വേണ്ട വിധത്തിൽ വിലയിരുത്തിയോ എന്ന കാര്യത്തിലാണ് എനിക്ക് സംശയങ്ങൾ നിലനിൽക്കുന്നത്. കാരണം വിഷ്ണുനാരായണ നമ്പൂതിരി സാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ യാഥാസ്ഥിതികനായ കവിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു. ആ കാവ്യലോകം വേണ്ട വിധത്തിൽ ഗ്രഹിക്കാതെ വിഷ്ണുനാരായണ നമ്പൂതിരി സാറിന്റെ കാവ്യഭാഷ അത് വായിച്ചത് സംസ്കൃതബദ്ധമായ കാവ്യഭാഷയാണ്, അതുകൊണ്ട് അത് സാമ്പ്രദായികമാണ് എന്ന് പലരും വിധിച്ചു. വൃത്തബദ്ധമായ കവിതകൾ എഴുതിയത് വലിയൊരു പാപമാണെന്ന് പലരും കരുതി. ഭാരതീയരായിട്ടുള്ള ചെവനനെ പോലെ, അഹല്യയെ പോലെയുള്ള കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചപ്പോൾ അത് അങ്ങേയറ്റം യാഥാസ്ഥിതികമാണ് എന്ന് മുദ്രകുത്തി. അവർ തിരിച്ചറിയരുതാത്ത പോയ ഒരു കാര്യം, കൃഷ്ണനാരായണ സാറിന്റെ കവിതകളിൽ കാൾ മാർക്സ് കടന്നു വരുന്നു, ലെനിൻ കടന്നു വരുന്നു, അതോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റു കടന്നു വരുന്നു, ജയപ്രകാശ് നാരായണൻ കടന്നു വരുന്നു, കാലിഫോർണിയയിലെ മരമുത്തച്ഛന്മാരടക്കം, സിയാറ്റിൽ മൂപ്പനടക്കം, ആരണ്യം എന്ന വിഖ്യാത ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളടക്കം, അങ്ങനെ നാനാദേശങ്ങളും ലോകത്തെ വിവിധങ്ങളായ കഥാപാത്രങ്ങളും ഗ്രീക്ക് മിഥോളജിയും ഒക്കെ കടന്നു വരുന്ന വളരെ പ്രബുദ്ധമായ ഒരു കാവ്യചേതനയുടെ പേരായിരുന്നു വിഷ്ണുനാരായണ നമ്പൂതിരി സാറ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഡോക്ടർ ശ്രീശൈലം, താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഇതില്ലേ, അതായത് നേരത്തെ താങ്കൾക്കൊരു കവിത വിഷ്ണുനാരായണൻ നമ്പൂതിരി നൽകി, താങ്കൾ അത് ഇപ്പോഴും അത് നെഞ്ചേറ്റിൽ ആളിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ എങ്ങണ്ടിയൂർ, സ്വാഗതം. കേൾക്കാമല്ലോ? താങ്കൾ ഈ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കാവ്യലോകത്തെ എങ്ങനെ ഓർമ്മിച്ചെടുക്കുന്നു? വളരെ രസമുണ്ടാക്കി. വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന കവിയുടെ ഇടവാങ്ങൽ മലയാളി കാവ്യ ലോകത്തെ സ്നേഹിക്കുന്ന എല്ലാവരിലും വലിയ വിഷമുണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. കാരണം കാവ്യ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആധുനികതയെ നെഞ്ചോട് ഏറ്റിയ ഒരു കവിയാണ് വിഷ്ണുനാരായണ നമ്പൂതിരി. അത് മാത്രമല്ല, നമുക്കൊക്കെ താല്പര്യം ഉണ്ടാവും. കാരണം സുഗതകുമാരി ടീച്ചർ പോലെ തന്നെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അദ്ദേഹം എഴുതിയ കവിതകളൊക്കെ തന്നെ നമ്മളെ വല്ലാതെ
അപരാജിത പോലെയുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചൊരു ഗീതം, ഇന്ത്യ എന്ന വികാരം, മുഖം, ഇതൊക്കെ വായിക്കുന്നവർക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ഭാഷയും അദ്ദേഹത്തിന്റെ ചൈതന്യമുള്ള ഒരു ഭാഷ തന്നെയാണ്. എനിക്ക് എല്ലാ കാവ്യ പാരമ്പര്യങ്ങളോടും ആധുനികതയോടും എല്ലാവരോടും ഇഷ്ടമാണ്, എല്ലാ കാലോടും ഇഷ്ടമുള്ള ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വിഷ്ണുനാഥൻപിള്ളയുടെ കവിതയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വായിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരിട്ട് കാണാനും പലപ്പോഴും തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് കണ്ടു നിൽക്കാനൊക്കെ അങ്ങനെ ഒരാളെ കണ്ടു നിൽക്കാൻ തോന്നുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ലാളിത്യം, അദ്ദേഹത്തിന്റെ മൃദു സംഭാഷണങ്ങളൊക്കെ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു കവി കൂടിയിട്ടാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ ഭാഷയില്, കാരണം ഇന്ത്യൻ ശരിക്കും പറഞ്ഞ തത്വജ്ഞാനത്തിന്റെ ഒരു ഭാഷ കൈമുതലാക്കുകയും അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ വികാരങ്ങൾ മറ്റുള്ളവരെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ കവി തന്നെയാണ് വിഷ്ണു നാരായണ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കവിതകൾ എന്നും കാലത്തെ അതിജീവിക്കും, ക്ലാസിക്കുകൾ തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ അങ്കണ്ടിയൂർ. ശ്രീ ജോർജ് ഓണക്കൂൾ, താങ്കൾ നേരത്തെ പറയുകയുണ്ട് താങ്കൾക്ക് നൽകിയ കവിതയെക്കുറിച്ച്. അതിപ്പോഴും താങ്കൾ നെഞ്ചേറ്റി ലാളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിഷ്ണുനാരായണൻ നമ്പൂതിരി ഈ വൈലോപ്പള്ളി ശ്രീധരമേനോനെ കണ്ടു. അപ്പം അദ്ദേഹം ഈ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതയെക്കുറിച്ച് അഭിപ്രായമൊക്കെ ചെയ്തപ്പോൾ വിഷ്ണുനാരായണൻ നമ്പൂതിരി പറഞ്ഞത്, ഞാൻ കാളിദാസനെ കണ്ടു എന്നാണ് പറയുന്നത്. വൈലോപ്പിള്ളിയിൽ കാളിദാസനെ കണ്ടു എന്ന് പറയുന്ന വൈലോപ്പിള്ളി മാഷിൻ്റെ മനോഹരമായൊരു കവിതയുടെ ഒരു ഈരടി ഞാൻ എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കാറുണ്ട്, മനസ്സിൽ ചൊല്ലാറുണ്ട്. വൈലോപ്പിള്ളി എഴുതി, മാനവ പ്രശ്നങ്ങൾ തൻ മർമ്മഗോവിതന്മാരെ ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം. മാനവ പ്രശ്നങ്ങൾ തൻ മർമ്മഗോവിതന്മാരെ ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം. ഇതൊരു കവികളുടെ യഥാർത്ഥ കവിയുടെ മുദ്രാവാക്യമായിട്ടാണ് അങ്ങനെ പറയാമെങ്കിൽ എനിക്ക് തോന്നുന്നത്. കാളിദാസനായാലും മഹാകവി വൈലോപ്പിള്ളി ആയാലും ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണുനാരായണൻ നമ്പൂതിരി ആയാലും നമ്മുടെ എല്ലാ കവികളും ഒരർത്ഥത്തിൽ അവർ സാമൂഹിക വിപ്ലവത്തിന് വേണ്ടി നിന്നിട്ടുണ്ടാവും, ഉച്ചസ്വരത്തിൽ സംസാരിച്ചിട്ടുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷെ ആത്യന്തികമായി ഒരു പുഴ ഒഴുകുന്നത് പോലെ പ്രകൃതിയെ നനച്ചുകൊണ്ട് ഭൂമിയെ സ്നേഹിച്ചുകൊണ്ട് ഒഴുകുന്നതാണ് യഥാർത്ഥമായ കവിത എന്നുള്ള തിരിച്ചറിവിലാണ് ഈ കവികളെല്ലാം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. വിഷ്ണുവിനെ കുറിച്ച് ഒറ്റ വാക്കൂടെ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് പൂർണ്ണമാവും. വസുധൈവ കുടുംബകം, ഈ ഭൂമിയാണ് ഒരു കുടുംബം. അതിൽ ജീവിക്കുന്ന മനുഷ്യരും മൃഗങ്ങളും മരങ്ങളും ഒക്കെ തന്നെ ആ അമ്മയുടെ മക്കളാണ്, പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കഴിയേണ്ടവരാണ് എന്ന മഹത്തായിട്ടുള്ള ആശയം മുൻപോട്ട് വെക്കുന്ന ഉദാത്തമായ കവിതയാണ് വിഷ്ണുവിൻ്റെ കവിത എന്ന് നമസ്കാരപൂർവ്വം പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റു വ്യക്തിപരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ താങ്കൾക്ക് പറയാൻ. ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നത്, എനിക്ക് ഞാൻ എപ്പോഴും വിഷ്ണു ഇങ്ങനെ സൈക്കിളിൽ വിഷ്ണു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ക്ഷമിക്കണം, അങ്ങനെ ശീലിച്ചുകൊണ്ട് പറയാണ്, അടുപ്പമുണ്ടാവും. സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഈ അധ്യാപകൻ, കോളേജ് അധ്യാപകൻ, ഞങ്ങളുടെ കോളേജിൽ മാറിവാനിയസ് കോളേജിൽ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. തമിഴ് സാഹിത്യത്തിലെ പ്രസിദ്ധനായ കവി നകുലൻ എന്ന് അറിയപ്പെടുന്ന TK ദൊരസ്വാമി. ബഥിനി കുന്നുകൾ അദ്ദേഹം ഈ സൈക്കിൾ ചവിട്ടി കയറുന്നത് കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് പുറകിൽ നിന്ന് തള്ളിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജിൽ നമുക്കൊരു വലിയ സർജറി പ്രൊഫസർ ഉണ്ടായിരുന്നു, PKR വാര്യർ സാറ്. സൈക്കിളിൽ സഞ്ചരിക്കുന്നയാളാണ്. ഇങ്ങനെ സൈക്കിളിൽ സഞ്ചരിച്ച, അത് കാറുള്ള ഒരു കാലത്തുകൂടിയാണ് എന്ന് ഓർമ്മിച്ചോളണം, സഞ്ചരിച്ച ഒരു കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന് കൗതുകത്തോടു കൂടി കുട്ടികൾ കാണുകയും ഞങ്ങളൊക്കെ അത് വലിയ അഭിവാദ്യത്തോട് അത് അംഗീകരിക്കുകയും ചെയ്തു. ആ സൈക്കിള് അദ്ദേഹത്തിന് ജോലിയിലും ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? കോഴിക്കോട് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഇത്തരത്തിലെ സൈക്കിളുമായിട്ട് ചെല്ലുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് പിന്നീട് പോകേണ്ടി വന്നതെന്നൊരു വർത്തമാനം കേട്ടിട്ടുണ്ട്. കോഴിക്കോട് അത് എന്നുവെച്ചാൽ ഞാനത് അനുഭവസ്ഥനും കൂടി അതുകൊണ്ട് പറയുകയാണ്, പല കോളേജുകളിലും സ്വകാര്യ കോളേജുകളിൽ ഇങ്ങനെ വന്നു ചേരുന്ന പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ കൽപ്പനശാലികളായിട്ടുള്ള അധ്യാപകർക്ക് അധികം കാലം അവിടെ തുടരാൻ കഴിയാറില്ല എന്നുള്ള ഒരു അവസ്ഥാവിശേഷം അദ്ദേഹത്തിന് കോഴിക്കോട്ട് വെച്ചുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊരണക്കിൽ ആ കവിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹകരമായി തീർന്നു എന്നാണ് നമുക്ക് വിധിക്കാൻ. അതിനെക്കുറിച്ചും വിഷ്ണു അല്പം പോലും ഒരു ആരോപണ സ്വഭാവത്തോടു കൂടിയോ അല്ലെങ്കിൽ എതിർപ്പോടു കൂടിയോ സംസാരിച്ചിട്ടില്ല, നിസ്സംഗത പുലർത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി എനിക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ പറയാൻ
ഞാൻ പറയാം. വിഷ്ണു പാരമ്പര്യങ്ങളെ ധ്വംസിച്ചിരുന്ന ഒരു കവിയാണ്, ആചാരങ്ങളെ ധ്വംസിച്ചിരുന്ന ഒരു കവിയാണ് എന്ന് വ്യക്തിപരമായൊരു അനുഭവം എനിക്ക് പറയാനുണ്ട്. വിഷ്ണുവിൻ്റെ മകളുടെ കല്യാണം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യം ഹാളിൽ വെച്ച് അത് നടക്കുന്ന സമയത്ത് വിഷ്ണു എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് അത് എന്നുള്ളത് കൊണ്ട് തുറന്നു പറയുന്നതിന് മടിയില്ല. അദ്ദേഹം പറഞ്ഞു, എന്നെ വിവാഹത്തിന് ക്ഷണിച്ച സമയത്ത് പറഞ്ഞു, ഒരു കസവ് നേരിയതുകൂടി കൊണ്ടുവരണം കല്യാണത്തിന് വരുമ്പോൾ എന്ന് പറഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി. എന്താണ് ഈ കസവ് നേരിയതുമായിട്ട് കല്യാണത്തിന് പോകേണ്ട ആവശ്യം? ഞാൻ ചെന്നപ്പോൾ വിഷ്ണു പറഞ്ഞു, പാൻസൊക്കെ ഊരി മാറ്റിയിട്ട് ഈ കസവും കൊണ്ട് ഉടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. എന്നെ വിഷ്ണു വേദിയിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എൻ്റെ 2 കൈയും പിടിച്ച് വിവാഹ വേദിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെയുള്ള ഓദിക്കോന്മാരുടെ കൂടെ വിഷ്ണു എന്നെയും ഇരുത്തുകയും ഈ കന്യാദാനം എന്ന മഹത്തായ ചടങ്ങിൽ എന്നെയും ഒരു പങ്കാളിയാക്കി എന്നുള്ളത് ഞാൻ വിഷ്ണുവോട് ചോദിച്ചു, ശരിയാണോ? ഈ മഹാന്മാരായിട്ടുള്ള ആളുടെ ഇടയിൽ ഞാനിങ്ങനെ വന്നിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ലം എഴുതിയ ഓണക്കൂറിനേക്കാൾ കവിഞ്ഞ ഒരു നമ്പൂതിരിയില്ല എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച ഇതെന്തൊരു അവസ്ഥയാണ് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഒന്നിടപെട്ടോട്ടെ. ഇപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രത്തിലെ ശ്രീ ആർ സഞ്ജയൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സഞ്ജയൻ, ഈ അനുസ്മരണത്തിലേക്ക് സ്വാഗതം. കേൾക്കാമല്ലോ? നമസ്കാരം. അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഉറവിടം തന്നെയാണ് നമുക്ക് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതകളിൽ കാണാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് ഇവിടെ സംസാരിച്ചവരിൽ നിന്നൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ളത്. ആ സംസ്കാരം മാത്രമല്ല, ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഒഴുകുകയാണ് എന്ന് പറയുന്നത് ഒരിക്കലും അതിശയോക്തിയല്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടുമല്ല. കാരണം നമ്മുടെ ആർഷ സംസ്കൃതിയുടെ ആത്മാവ് തെരഞ്ഞ ഒരു കവിയായിരുന്നു അദ്ദേഹം. കാരണം ആധുനികതയുടെ അംശങ്ങളെ സ്വാംശീകരിക്കുമ്പോൾ തന്നെ ഒരു നമ്മുടെ പാരമ്പര്യ സംസ്കാരത്തെ, അതിൻ്റെ ഉള്ളടക്കത്തെ നവീനമായ ഭാഷയിൽ, നവീനമായ വീക്ഷണത്തോടെ പുനരാവിഷ്കരിക്കാനുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ എസൻസ് ഞാൻ പറയും, അത് ഒരു വൈദികമായ സംസ്കാരമാണ്. അത് അദ്ദേഹത്തിന്റെ ജന്മസിദ്ധമായ ഒരു പാരമ്പര്യമാണ്. എങ്കിൽ കൂടിയും അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. പാശ്ചാത്യ സംസ്കാരത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പരിസ്ഥിതി ബോധത്തെ വളർത്തിയ കവിയാണ്. അദ്ദേഹം ഒരു തീർത്ഥാടകനാണ്. ഹിമാലയ സാനുക്കളിലും ഒക്കെ പോകുന്നു. ഭാരതം എന്ന ഒരു സാംസ്കാരിക ഭൂമിക ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഭാരതമല്ല അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. 47-ന് ശേഷം നമുക്ക് ഒരു ഇന്ത്യൻ യൂണിയനും പാകിസ്ഥാനും ഉണ്ടായി. അദ്ദേഹം വിശാല ഭാരതത്തെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. അതില് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമല്ല, നമ്മുടെ കിഴക്കൻ പൂർവേഷ്യയിൽ, ഇപ്പോൾ ഇന്തോനേഷ്യ, കംബോഡിയ ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്കൃതി വ്യാപിച്ചിരുന്ന വിശാലമായ ഒരു സാംസ്കാരിക ഭൂമികയുണ്ട്. അതാണ് ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറയുന്നത്. അത് പൊളിറ്റിക്കൽ അല്ല, കൾച്ചറൽ ആയിട്ടുള്ള ഒരിടമാണ്. അപ്പൊ ഇന്ത്യ എന്ന വികാരം പറയുമ്പോ അത് ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിതമായ രാഷ്ട്രീയ സങ്കല്പമല്ല, മറിച്ച് നമ്മുടെ ഭാരതം കേന്ദ്രിതമായ ഒരു സംസ്കൃതിയുടെ ഒരു വികാസം, അതിന്റെ പ്രഭാവം ഉണ്ടായ ഹിമാലയം ഉൾപ്പെടെയുള്ള, ഹിമാലയവും ഗംഗയും കാവേരിയും സരസ്വതിയും സിന്ധുവും എല്ലാം ഉൾപ്പെടുന്ന ഒരു സാംസ്കാരിക ഭാരതത്തെ എന്റെ സ്വപ്നം താലോലിച്ചിരുന്ന ഒരു കവിയായിട്ടാണ്. അത് ഞാൻ ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളിലും എപ്പോഴും ഇത്തരം വിഷയങ്ങളാണ്. പ്രത്യേകിച്ചും എനിക്ക് തപസ്യ കലാസാഹിത്യപേദിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അനുഭവമുണ്ട്. അദ്ദേഹം മിക്കവാറും തപസ്യയുടെ വേദിയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ വിഷയത്തിന്റെ
ഒരു ദിശ ഇത്തരത്തിലാണ് പോകുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കവിതകളിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും. വളരെ സാത്വികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോ ഇത്തരത്തില് മനസ്സിലാക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ പൊരുൾ പുതിയ കാലത്ത് അതിൽ അഭിമാനിക്കുകയും അതിന്റെ പൊരുൾ തേടുകയും ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം നല്ല അധ്യാപകനായിരുന്നു. സാംസ്കാരിക രംഗത്ത് അദ്ദേഹം വളരെയേറെ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾ അദ്ദേഹം അവശതയിലായിരുന്നെങ്കിലും നമ്മുടെ സാംസ്കാരിക രംഗത്ത് എഴുത്തിന്റെ കാലത്ത് ഇപ്പൊ കോഴിക്കോട് സാഹിത്യ സമിതിയിലെ സദസ്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അദ്ദേഹം വളരെ സജീവമായ ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ആ പാരമ്പര്യത്തോടുള്ള ഒരു സമർപ്പണമാണ് കോളേജ് അധ്യാപകനായി പ്രൊഫസറായി റിട്ടയർ ചെയ്തതിനു ശേഷം തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ പൂജാരിയായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിരുന്ന ഒരു പാരമ്പര്യത്തിന്റെ കണ്ണി മുറിഞ്ഞു പോകാതിരിക്കാൻ ആണ് അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ നന്ദി ശ്രീ സഞ്ജയൻ. ഞാൻ ശ്രീ രാവുണ്ണിയിലേക്ക് വരികയാണ്. ശ്രീ രാവുണ്ണി, ഇദ്ദേഹം വിഷ്ണുനാരായണൻ നമ്പൂതിരി ഒരു തീർത്ഥാടകനാണ്. പക്ഷെ ആ തീർത്ഥാടനത്തിനകത്ത് ഒരു ആത്മീയ തീർത്ഥാടനത്തിനുപരി ഒരു പരിസ്ഥിതി തീർത്ഥാടകൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കില്ലേ ഏറെ ശരി? അങ്ങനെയും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ തന്നെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പല മാനങ്ങളുള്ള ഒരു കവിയാണ്, പല മാനങ്ങളുള്ള വ്യക്തിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്നുള്ളതാണ്. അദ്ദേഹത്തെ നമുക്ക് ഏതെങ്കിലും ഒരു കള്ളിയിലോ ഏതെങ്കിലും ഒരു ബ്രാൻഡിലോ നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള സമഗ്രവും സമ്പൂർണവും വൈവിധ്യപൂർണവുമായ വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം തീർത്ഥാടനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്, കാവ്യ തീർത്ഥാടനങ്ങളും നടത്തിയിട്ടുണ്ട്. ആ തീർത്ഥാടനങ്ങൾ എല്ലാ തലങ്ങളിലേക്കും അത് വ്യാപിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അട്ടപ്പാടിയിലേക്കും പരിസ്ഥിതി സമരങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലേക്കും വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ നടത്തുന്ന സമരങ്ങളിലേക്കും മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനുള്ള പ്രയത്നങ്ങളിലേക്കും എല്ലാം അദ്ദേഹം വന്നെത്തി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലായിടത്തേക്കും ഒഴുകി പറന്നുകൊണ്ടിരുന്ന ഒരു വലിയ ഒരു കാവ്യപ്രവാഹമായി വ്യക്തിപ്രവാഹമായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു നിലയ്ക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു താല്പര്യത്തിലേക്ക് അദ്ദേഹത്തെ ഒന്ന് ചുരുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ചെറുപ്പത്തിലേക്ക്, നമ്മുടെ നിസ്സാരതയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അവിടെ ഒന്നും നിൽക്കില്ല വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചതുപോലെ ഒരു കാവ്യ വസന്തമാണ്. അതെല്ലാ നിലയ്ക്കും പൂക്കുന്നു, കായ്ക്കുന്നു, സുഗന്ധം നാനാ ഗന്ധങ്ങൾ പരത്തുന്നു. ഇങ്ങനെയെല്ലാം വിടർന്നു നിന്ന, വിലസി നിന്ന ഒരു വലിയ കാവ്യ ജീവിതമാണ്. പല മാനങ്ങളുണ്ട്. അത് ഓരോരുത്തരും ഒരു സമുദ്രത്തിൽ പോയാൽ ഓരോരുത്തരും അവരുടെ കൈക്കൊമ്പിൽ അവരുടെ കയ്യിൽ കൊള്ളാവുന്നത്, അവരുടെ കയ്യിൽ ഇണങ്ങുന്നത് കോരിയെടുക്കുന്നത് പോലെ വിഷ്ണു സാറിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം, വിശദീകരിക്കാം. അതെല്ലാം നമ്മുടെ വിശദീകരണം മാത്രമാണ്. അത് അദ്ദേഹത്തിന് ബാധകമാക്കി നിർത്താനാവില്ല. വരും കാലം, വരും ദശകങ്ങൾ, വരും നൂറ്റാണ്ടുകൾ സമഗ്രമായി പുതിയ തലങ്ങളിലേക്ക് അദ്ദേഹത്തെ വായിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം കവികൾ ഇങ്ങനെ തന്നെയാണ് വായിക്കപ്പെടുന്നത്. കുറെ കാലം മുമ്പ്, ദശകങ്ങൾക്ക് മുമ്പ് വായിച്ച കുമാരനാശനല്ല ഇന്ന്, ദശകങ്ങൾക്ക് മുമ്പ് വായിച്ച വള്ളത്തോളല്ല ഇന്ന് നാം വായിക്കുന്നത്, ദശകങ്ങൾക്ക് മുമ്പേ വായിച്ച ചങ്ങമ്പുഴയുമല്ല. പുതിയ കാലം, പുതിയ തരത്തിൽ, പുതിയ ഭാവുകത്വത്തോടു കൂടി ഈ കവികളെ വായിക്കുകയും അവർക്ക് ഇണങ്ങുന്ന വിധത്തിൽ സ്വാംശീകരിക്കുകയും ചെയ്യും. അങ്ങനെ ഏത് കാലത്തിനും വ്യത്യസ്തമായ പാരായണ സാധ്യതകളുള്ള ഒരു മഹാകവിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. തീർച്ചയായും ഒരു കാവ്യ വസന്തം എന്ന വാക്കാണ് പലതവണ ഞാൻ ആവർത്തിച്ചത്. ഒരു വസന്തം കൊഴിഞ്ഞു വീഴുമ്പോൾ നമ്മൾ ദുഃഖിക്കല്ല വേണ്ടത്. അത് പ്രകൃതി നിയമമാണ്. വന്നവർ പോയേ പറ്റൂ, ജനിച്ചവർ മരിച്ചേ പറ്റൂ. തീർച്ചയായും ഈ വസന്തം കടന്നാൽ മറ്റൊരു വസന്തം ആയി ചരിത്രം, കാലം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് വീണ്ടും. ഇപ്പോൾ നിരൂപകൻ ശ്രീ ബാലചന്ദ്രൻ വടക്കേടത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലചന്ദ്രൻ, ഈ അനുസ്മരണത്തിലേക്ക് സ്വാഗതം. കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശ്രീ
ബാലചന്ദ്രൻ വടക്കേടത്ത്. പിന്നീട് വരാം, അദ്ദേഹം സാങ്കേതിക തകരാറാണ്. ശ്രീ രഘുനാഥ്, ഇവിടെ നമ്മൾ എല്ലാവരും ഈ ചർച്ചയിൽ പറയുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച്. പാരമ്പര്യത്തെ അദ്ദേഹം നിഷേധിക്കുന്നില്ല. പുതിയ പാരമ്പര്യം തന്നെയാണ് അദ്ദേഹം കവിതയിലും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അതല്ലേ കൂടുതൽ ശരി? തീർച്ചയായിട്ടും ഇന്ത്യ എന്ന വികാരം എന്ന ഗ്രന്ഥം വീണ്ടും കേരളത്തിലെ ഈ പുതിയ കവികളൊക്കെ വായിക്കേണ്ടതാണ്. അതിലെ ഓരോ കവിതകളും ഇന്ന് കവിത എഴുതി തുടങ്ങുന്നവർ മാത്രമല്ല, കാവ്യരംഗത്ത് നിൽക്കുന്നവരും വായിക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം പൗരാണികമായ ഒരു സാംസ്കാരിക പൈതൃകത്തിൽ നിന്ന് ഊന്നിക്കൊണ്ട് നവീനമായ കൽപ്പനകളെയാണ് തൻ്റെ കവിതയ്ക്ക് വിഷയമാക്കിയെന്ന് വ്യക്തമാവും. ഇത് പറയാൻ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഓരോ പേര്, മുഖമെവിടെ, അതുപോലെ മറ്റൊരു സമാഹാരം, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതൊന്നും വാങ്ങാൻ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം പലപ്പോഴും ഈ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ചില വിവാദങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ, ഒരു കവിതയാണ് ആകെ ഒരു വിവാദം, അത് അത്ര കാര്യമായിട്ട് വാദം വിറ്റഴിക്കുന്ന തരത്തിലേക്ക് പോയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മറ്റ് ഈ ഇന്ത്യ എന്ന വികാരം എന്ന കൃതിയിലെ ഓരോ കവിതയും പഠിക്കേണ്ടതാണ്. അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ അതിൻ്റെ ഓരോ വരികളിലേക്ക് 2 വരിയൊക്കെ അതിൻ്റെ ആശയം പറഞ്ഞു പോകുമ്പോഴേക്കും നമുക്ക്, ഇദ്ദേഹം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അദ്ദേഹം സൈക്കിളിൽ ചവിട്ടി വന്ന് മുണ്ടുടുത്തു വന്നു എന്നുള്ളതാണ്. ഒരു മുണ്ടുടുത്തു വരുന്നത്, അതാണ് അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ മുണ്ടുടുത്ത് വരിക, അത് സ്വീകരിക്കാൻ അന്നത്തെ ആ കാലഘട്ടം കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനോടൊന്നും യാതൊരു പ്രതിഷേധവും, അതൊന്നും പ്രതിഷേധിക്കാതെയാണ് അദ്ദേഹം പോയത്. അത് തന്നെ അദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു രീതിയാണ്. ആ പാരമ്പര്യം അത് തന്നെ നമുക്ക് ഒരു സിംബോളിക്കായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തൻ്റെ വേഷവിധാനങ്ങൾ, അദ്ദേഹത്തിന്റെ വേഷവിധാനം തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കതർ, സ്വന്തം വസ്ത്രം അദ്ദേഹം തന്നെയാണ് കഴുകിയെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതത്തിലൊരു കൃത്യനിഷ്ഠയും കാവ്യത്തിലൊരു കൃത്യനിഷ്ഠയും വാക്കുകളിൽ കൃത്യനിഷ്ഠയും, ഒരു വാക്കുപയോഗിക്കുമ്പോൾ ഈ ജാതവേദസ് എന്നുള്ള വാക്ക് അഗ്നി, ആ അഗ്നിക്ക് അതേ തരത്തിൽ തൻ്റെ കവിതകളിലൂടെ ഓരോ ആ സ്ഫുല്ലിംഗങ്ങളെ മലയാളത്തിന് നൽകിയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കവിത, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ അറിയാം, അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഏറ്റവും കൂടുതൽ ജനകീയമായിട്ടുള്ളത്. വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിന്റെ കവിതകൾ ജനകീയമായിട്ടില്ല, അത് ജനകീയമാകാൻ യോഗ്യമാണ്. അത്രത്തോളം ആഴമുള്ള ആശയങ്ങൾ ആ കവിതയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പകർന്നു കൊടുക്കാനുള്ള ബാധ്യത നിരൂപകർക്കുമുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രഘുനാഥ്, ഇപ്പോൾ ബാലചന്ദ്രൻ വടക്കേടത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലചന്ദ്രൻ, സ്വാഗതം. കേൾക്കാമല്ലോ? ശ്രീ ബാലചന്ദ്രൻ, ഇത് ഈ വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന കവിയെ നമ്മുടെ വിമർശ ലോകം വേണ്ട തരത്തിൽ കാണാതെ പോയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. കാരണം വിഷ്ണുനാരായണൻ നമ്പൂതിരി ആധുനികതയുടെ കവിയായിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അല്ലെങ്കിൽ ആധുനികതയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് അയ്യപ്പ പണിക്കരോടും കക്കാടിനോടും അല്ലെങ്കിൽ സച്ചിദാനന്ദനോടും ഒക്കെയുള്ള ഒരു പരമ്പരയിലെ കവി എന്ന രീതിയിൽ പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്നത് അത് വിഷ്ണുനാരായണൻ നമ്പൂതിരി ചർച്ച ചെയ്യപ്പെടാതെ പോയോ എന്ന ഒരു സംശയം നമുക്ക് തോന്നുന്നു. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ മലയാള ഭാവുകത്വത്തെ സ്വാധീനിച്ചൊരു കവിയായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി. പഴമയുടെയും അതുപോലെ തന്നെ പുതുമയുടെയും വ്യക്താവായിരുന്നു അദ്ദേഹം. പല ആളുകളും സംസാരിക്കുന്ന പോലെ അദ്ദേഹം നല്ല സംസ്കൃത പണ്ഡിതനായിരുന്നു. പല ആധുനിക കവികളും സംസ്കൃത പാണ്ഡിത്യമുള്ള ആളുകളായിരുന്നില്ല, അധികോട് ചേർന്ന് നിൽക്കും. അതേ സമയത്ത് തന്നെ ടി.എസ്. എലിയറ്റ് തുടങ്ങിയിട്ടുള്ള ആ പാശ്ചാത്യ കാവ്യ പാരമ്പര്യത്തോട് സംവദിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത കവി കൂടിയായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് ആധുനികർ അവരവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് തന്നെയാണ് ആശയങ്ങൾ ഉന്നയിച്ചതും എഴുതിയത്. വിഷ്ണുനാരായണൻ നമ്പൂതിരിയും
സ്വയം അന്വേഷിച്ചൊരു കവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ ചോദിച്ചാൽ എവിടെ നമ്മുടെ മുഖം, മനുഷ്യന്റെ മുഖം എവിടെയെന്ന് അദ്ദേഹം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ സത്ത എവിടെയൊക്കെയോ ചോർന്നു പോകുന്നതിലുള്ള വേദന അദ്ദേഹത്തിന്റെ കവിതകളുടെ ഉള്ളടക്കമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയത്ത് ലോകത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്റെ കവിതയിലൂടെ ഉന്നയിച്ചു എന്നുള്ളതാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ പ്രസക്തിയായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ മറ്റ് കവികൾ എഴുതുന്നത് പോലെ, സച്ചിദാനന്ദൻ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് ആധുനിക കവികൾ ചെയ്യുന്നത് പോലെ വാചാലമാവുകയോ അല്ലെങ്കിൽ അധികം എഴുതുകയോ ചെയ്തില്ല വിഷ്ണുനാരായണൻ നമ്പൂതിരി. വളരെ കുറച്ചു മാത്രമാണ് എഴുതിയത്. അങ്ങനെ അധികം എഴുതുന്നവരാണ് കവികളായിട്ട് നമ്മളൊക്കെ ഇപ്പൊ സ്വീകരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആനുകാലികങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക, കണ്ടതും കേട്ടതുമെല്ലാം എഴുതിക്കൊണ്ടിരിക്കുക, പറയേണ്ടതും പറയാതിരിക്കേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു സവിശേഷത ആധുനികതയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ടുമാറി തനിക്ക് പറയാൻ പലതുമുണ്ട്, പക്ഷെ അതെല്ലാം കവിതയാകുന്നില്ല. പ്രപഞ്ചത്തിലുള്ള പല ഘടകങ്ങളും തന്നെ ഒന്ന് നുള്ളി വേദനിക്കുമ്പോൾ മാത്രമാണ് തനിക്ക് കവിത ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെ കവി ഒരിക്കൽ മുഖമെവിടെ എന്നുള്ളതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ ചില സംഭവങ്ങൾ എന്നെ നുള്ളി നോവിക്കുന്നു. അങ്ങനെ നോവിക്കുന്നത് എല്ലാം കവിതയാകണമെന്നും വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് നിർബന്ധമില്ല. വളരെ നന്ദി ശ്രീ ബാലചന്ദ്രൻ വടക്കേടുത്ത്. ശ്രീ ഡോക്ടർ ശ്രീശൈലം, ഇവിടെ ഇദ്ദേഹത്തിന്റെ കവിതയില് ഈ വാക്കുകള് അളന്ന് കുറിച്ച് തൂക്കി ഉപയോഗിക്കുക, സ്വർണം തൂക്കി ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അത് വൈലപ്പള്ളി ശ്രീധരമേനോനിലും ഉണ്ടായിരുന്നു. അവർക്ക് ആ ഒരു സ്കൂളല്ലേ വൈലപ്പള്ളി, വിഷ്ണുനാരായണൻ നമ്പൂതിരി ഒക്കെ തന്നെ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചത്. നമ്മുടെ ഭാഷയെ സംബന്ധിച്ച് വളരെ പരിനിഷ്ഠിതമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന, വാക്കും അർത്ഥവും എങ്ങനെ യോജിച്ച് നിൽക്കണം എന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു അധ്യാപകനും കവിയുമായിരുന്നു വിഷ്ണുനാരായണൻ നമ്പൂതിരി സാർ. അദ്ദേഹത്തിന്റെ കാവ്യഭാഷ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഗദ്യഭാഷ പരിശോധിച്ചാലും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുത അതാണ്. അങ്ങേയറ്റം സുതാര്യമായി അതേസമയം തന്നെ ആഴത്തിൽ വിഷയങ്ങളെ സമീപിക്കുവാനുള്ള ഒരു പ്രാപ്തി, അത് കവി സഹജമായ ഒരു പ്രതിഭയുടെ ഭാഗമായിരുന്നു. ആ പ്രതിഭയെ അഭ്യാസത്തിലൂടെയും യുക്തിയിലൂടെയും വികസ്വരമാക്കുവാൻ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാവ്യഭാഷ നമ്മുടെ സംസ്കൃതബദ്ധമായിട്ടുള്ള പദശൈലിയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളോട് നേരിട്ട് ബന്ധപ്പെടുന്നു. അതേസമയം തന്നെ പാശ്ചാത്യ സാഹിത്യവുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ നവീകൃതവുമായി, അതായത് പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും സംഗമ സ്ഥാനങ്ങളായി വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിന്റെ കാവ്യഭാഷയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഗദ്യഭാഷയും മാറിത്തീർന്നു. എന്തുകൊണ്ടിങ്ങനെ മാറിത്തീർന്നു? നമ്മുടെ പുതിയ കാലത്തെ കവികളുടെ കാവ്യഭാഷയെ പരിശോധിക്കുമ്പോൾ ആ കാവ്യഭാഷ പുതിയ പുതിയ മുന്നേറ്റങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, വാക്കും അർത്ഥവും തമ്മിലുള്ള പൊരുത്തം അതെങ്ങനെ വേണം, വ്യാകരണ സമ്മതിയോടുകൂടി ഭാഷ എങ്ങനെ പ്രയോഗിക്കണം, അതേസമയം തന്നെ നൂതനമായ പ്രയോഗങ്ങൾ, പദങ്ങൾ ഒക്കെ ഭാഷയിൽ എങ്ങനെ വിന്യസിക്കാം എന്ന് വളരെ കൃത്യമായി വിഷ്ണുനാരായണൻ നമ്പൂതിരി സാർ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ കവിതകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയമായ സംസ്കൃതിയുടെ ആഴങ്ങൾ തേടുന്ന കവിതകളും അതോടൊപ്പം തന്നെ വിശ്വ സംസ്കാരത്തിന്റെ അധീനാദേവിയെ സ്തുതിക്കുക, സരസ്വതി ദേവിയെ സ്തുതിക്കുക, ഹിമാലയത്തെ സ്തുതിക്കുക, അതേസമയം തന്നെ ആൽപ്സ് പർവ്വതത്തെ സ്തുതിക്കുക, അങ്ങനെ വിവിധങ്ങളായ സംസ്കാര പ്രതീകങ്ങളെ വാഴ്ത്തിപ്പാടുന്ന കവിതകളിൽ അതിനനുസൃതമായ ഒരു കാവ്യഭാഷ, പാശ്ചാത്യമായ ഗ്രീക്ക് സംസ്കൃതിയെ പരിചയപ്പെടുത്തുന്ന കവിതകളിൽ അതിനനുസൃതമായ ഒരു ഭാവാന്തരീക്ഷത്തെ ധ്വനിപ്പിക്കുന്ന ഭാഷ, അതേസമയം തന്നെ വൈദികമായ സംസ്കൃതിയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വൈദികമായ പദശയ്യ,
ഇങ്ങനെ ഉപയോഗിക്കുവാൻ പ്രാപ്തി ഉണ്ടായിരുന്ന പഴയ തലമുറ പറയുന്ന ഉപസ്ഥിതി എന്ന് നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ വള്ളത്തോളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള കൃഷ്ണമാരാരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള പ്രകരണ ശുദ്ധിയോടുകൂടി ഭാഷ ഉപയോഗിക്കുവാനുള്ള ശേഷി, അത് അന്തർദർശനമുള്ള ഒരു വ്യക്തിക്ക് മാത്രം സാധിക്കുന്നതാണ്. ഇൻസൈറ്റ് ഇസ് ദ എസൻഷ്യൽ പോയറ്റിക് ഗിഫ്റ്റ് എന്ന് അരവിന്ദ മഹർഷി പറഞ്ഞിട്ടുണ്ട്. അന്തർദർശനമുള്ള മഹത്വമുള്ള പുണ്യ ലോകങ്ങളിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്ന, അതേസമയം തന്നെ ഐഹിക ജീവിതത്തെ വളരെ സത്യസന്ധമായി ആശ്ലേഷിച്ച ഒരു വലിയ കവിയാണ് നമ്മുടെ മുന്നിൽ നിന്ന് യാത്രയാകുന്നത്. ആ തലമുറ തന്നെ. ഇപ്പോൾ തിരിച്ചു വരാം ശ്രീ ഡോക്ടർ ശ്രീശൈലത്തിലേക്ക്. ഇപ്പോൾ ശ്രീ CC സുരേഷ്, തപസ്യ കലാസാഹിത്യവേദിയിലെ ശ്രീ സുരേഷ്, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. കേൾക്കാമല്ലോ? കേൾക്കാം. ഈ കാളിദാസ കവിതയുമായിട്ട് ഒരുപക്ഷെ ആത്മൈക്യം നേടിയ ഒരു കവിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ അത് 100% ശരിയല്ലേ? തീർച്ചയായും. അതിനു മുൻപ് കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി വിഷ്ണുപദം പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നഷ്ടം മലയാള കവിതയ്ക്കും മലയാള സാഹിത്യത്തിനും മലയാള ഭാഷയ്ക്കും നെഞ്ചകത്തിൽ ഒതുക്കി പിടിക്കാനാകാത്ത സങ്കടകരമായ ഒരു നഷ്ടം തന്നെയാണ്. കാളിദാസ കൃതികളെ കുറിച്ചുള്ള ഒരു പണ്ഡിത വിശകലനത്തിനും അപ്പുറത്ത് കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതകളെ ഒട്ടുമുണ്ടയിൽ നിന്നും തുളസിക്കതിർ മുക്കി തീർത്ഥജലം തളിച്ച് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കവിതകളാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അത്രയും സംശുദ്ധമായ കവിതകൾ നമ്മുടെ ഭാഷയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. തികഞ്ഞ മനുഷ്യസ്നേഹത്തിന്റെ ആൾരൂപമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രതിബന്ധങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളും. അദ്ദേഹത്തിന്റെ കവിതകൾ മലയാള ഭാഷയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. നെഞ്ചകത്തിൽ ഒതുക്കി പിടിക്കാനാകാത്ത സങ്കടത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഈ കവിത ആസ്വാദകരും മലയാള സാഹിത്യ പ്രേമികളും ആസ്വാദകരും എല്ലാം ഈ ഒരു നഷ്ടത്തെ നോക്കിക്കാണുന്നത്. കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകുവാൻ ഞാൻ നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നഷ്ടത്തിൽ മലയാള സാഹിത്യം അത്രയധികം വേദനയോടെയാണ് ഇരിക്കുന്നത്. ഇത്രയും മാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമസ്കാരം. വളരെ നന്ദി ശ്രീ CC സുരേഷ്. ശ്രീ ഓണക്കോർ, ഇതിനകത്ത് നമ്മൾ ഇനി ഒരു കാര്യം കൂടി നമുക്ക് പറയാം. അതായത് ഈ വേഷം കൊണ്ട് സാധാരണ ഒരു ഇംഗ്ലീഷ് അധ്യാപകന്റെ രൂപത്തെക്കുറിച്ചുള്ള ധാരണ തിരുത്തിക്കുറിച്ച കവി കൂടിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. വലിയൊരു ശിഷ്യ സമ്പത്തിന്റെ ഉടമ കൂടിയുണ്ട്. ഏറെ അടുത്തറിയാവുന്ന ആളാണ് താങ്കൾ. ഇതൊന്നും പ്രകടനപരമായിരുന്നില്ല, മനഃപൂർവ്വം ചെയ്തത് ആണ് എന്നും ഞാൻ വിചാരിക്കുന്നില്ല. വിഷ്ണുവിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയത്, കുട്ടിക്കാലത്ത് തീരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് വായിക്കുന്നത് എങ്ങനെയായിരുന്നു, എഴുതാൻ തുടങ്ങിയ സമയത്ത് എഴുതിയത് എങ്ങനെയാണ്, എഴുതി തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തറയിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് പുസ്തകം വായിച്ച കാലം, അങ്ങനെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് തന്നെ എഴുതി തുടങ്ങിയ കാലം. കാരണം ഇല്ലത്ത് ഉയർന്ന് ഇരിക്കാനുള്ള ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാമാന്യഗതിയിൽ ഗ്രാമത്തിലെ കുട്ടികൾ ചെയ്യുന്നത് പോലെ തറയിൽ കിടന്നുകൊണ്ട് പുസ്തകം വായിച്ചു. ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് പുസ്തകം വായിക്കാം, അങ്ങനെ എഴുതി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഹൃദയം ചേർത്ത് വെച്ച് എഴുതി തുടങ്ങിയ ഒരു ശൈശവവും ഒരു ബാല്യവും വിഷ്ണുവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹം ആ ഭൂമിയുടെ ഹൃദയസ്പന്ദം ഉൾക്കൊണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വികാരം ഉൾക്കൊണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എളിമ ഉൾക്കൊണ്ടു എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു തീർത്ഥാടകനെ പോലെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു, സൈക്കിളിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു, ശുദ്ധമായ ഖദർ വസ്ത്രം ദേശീയതയുടെ ഭാഗമായി ധരിച്ചുകൊണ്ട് ഗാന്ധിയുടെ ഒരു ശിഷ്യൻ, ആത്മശിഷ്യൻ എന്നുള്ള നിലക്ക് ആ വസ്ത്രധാരണത്തോടു കൂടി അദ്ദേഹം ജീവിച്ചു എന്ന് നമ്മൾ പറയുന്നു. അതിൽ നിന്ന് ഒരിക്കലും ഒരു മായികമായ അനുഭവമോ ജീവിതത്തിലുണ്ടായ ഉയർച്ചകളോ ഔദ്യോഗികമായ മാറ്റങ്ങളോ ഒന്നും
വിഷ്ണു എന്ന മനുഷ്യനെ മാറ്റിയില്ല, വിഷ്ണു എന്ന കവിയിലും പുരോഗതി ഉണ്ടാക്കി സ്വാഭാവികമായി എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ആടയാഭരണങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് നമ്മൾ തിരിച്ചു വരാം. ഇപ്പോൾ കവി ശ്രീ PN ഗോപികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപികൃഷ്ണൻ, സ്വാഗതം. കേൾക്കാമല്ലോ? ഒരു കവി എന്നുള്ള രീതിയിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ താങ്കൾ എങ്ങനെ ഓർമ്മിക്കുന്നു? തീർച്ചയായിട്ടും മലയാള കവിതയ്ക്ക് വലിയ കുതിപ്പുകൾ നൽകിയ ഒരാളാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. ആ തലമുറ ഏറ്റെടുത്ത ഒരു യജ്ഞമുണ്ട്. അതായത് സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയതയെ പറ്റിയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ കവിതകളിലൂടെ ഇന്ത്യയെമ്പാടും മലയടിക്കുകയുണ്ടായി. ടാഗോർ ഒരു വലിയ ഗോപുരമായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ എല്ലാവിധ പ്രശ്നങ്ങളോടും മുഖാമുഖം നിന്നുകൊണ്ട് ഒരു ഇന്ത്യയെ സങ്കല്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായിരുന്നു. സ്വാഭാവികമായിട്ട് വിഷ്ണുനാരായണൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ള ആളുകള് അബോധപൂർവം ശ്രമിച്ച ഒരു കാര്യം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് അവരിൽ ഏതെങ്കിലും ഒരു സുവർണ ഭൂതകാലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധ്യാത്മിക സ്വരൂപമോ മാത്രമായിരുന്നില്ല. മറിച്ച് അതിന്റെ സകലമാന പ്രശ്നങ്ങളോടും കൂടി ഇന്ത്യയെ സ്നേഹിക്കുക, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം പുത്തനായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രവൃത്തിയാണ് വിഷ്ണുനാരായണ നമ്പൂതിരി നിർവഹിച്ചത് എന്നാണ് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് അത് ഒരർത്ഥത്തിൽ പാരമ്പര്യത്തോട് അത് ഒരു പ്രത്യേക തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ട്. പാരമ്പര്യത്തിന്റെ ഊർജ്ജങ്ങളെ മുഴുവൻ അത് സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ അത് പുതിയ സ്ഥലത്തേക്ക്, പുതിയ കാലത്തിലേക്ക് കവിതയെ നയിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇങ്ങനെ ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനികതയും രണ്ട് കണ്ണാൽ നോക്കിക്കാണുക എന്ന് പറയുന്ന വലിയ സങ്കീർണമായ ഒരു പ്രവൃത്തിയാണ് ആ കവിതയിലുടനീളം നടന്നിട്ടുള്ളത്. നമുക്ക് ആ കവിത വായിക്കുമ്പോൾ അത് പലപ്പോഴും അത് ഒരു തെളിജലം പോലെയൊക്കെ തോന്നും. പക്ഷെ ആ തെളിജലത്തിന് പിന്നില് വലിയ സങ്കീർണമായ ഒരു മാനസിക വ്യാപാരം പ്രവർത്തിച്ചിട്ടുണ്ട്. വിഷ്ണുനാരായണ നമ്പൂതിരി കവിതയിൽ ഒന്നിനെയും തടഞ്ഞു നിർത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ എല്ലാ തരം പാരമ്പര്യങ്ങളെയും അത് സമീപിച്ചു. അതിൽ വേദമുണ്ട്, ഉപനിഷത്തുണ്ട്, അതേസമയം തന്നെ ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ഇസ്ലാമികതയുണ്ട്, ഗ്രീക്ക് സംസ്കാരം പോലെയുള്ള പ്രാചീന സംസ്കാരങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, എലിയത്തൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ആധുനികതയെന്ന് സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ എവിടെ നിന്നും മനുഷ്യരാശിക്ക് സഹായകമായ കാര്യങ്ങൾ എങ്ങനെയൊക്കെ കലയിൽ ഉപയോഗിക്കാമോ ആ തരത്തിലൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരാൾ കൂടിയിട്ടാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. എന്നിട്ട് പോലും പലതരം വിവാദങ്ങളിൽ ചെന്നുപെടുകയുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു നമ്മുടെ കാലത്തിന്റെ വിപര്യം എന്ന് പറയുന്നത്. പാദമും ദൈവവും എന്ന് പറയുന്ന കവിത സിലബസിൽ ഉൾക്കൊള്ളിച്ചതിനെ തുടർന്ന് വലിയ സംവാദങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ കവിതയുടെ ആഴം കാണാത്ത മനുഷ്യരാണ് പലപ്പോഴും ഇത്തരം വിവാദങ്ങളിലേക്ക് പോവുക. വളരെ നന്ദി ശ്രീ ഗോപികൃഷ്ണൻ. ഈ ശ്രീ രാവുണ്ണിയിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ രാവുണ്ണി, വളരെ ചുരുക്കി പറയുമല്ലോ, കാരണം ഇനിയും വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിത കൂടുതൽ ജനകീയമാകേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും വിഷ്ണു സാറിന്റെ കവിത അതിൻ്റെ എല്ലാ ശക്തി സൗന്ദര്യങ്ങളും കൂടി, അതിൻ്റെ ഭാവദീപ്തിയോടു കൂടി, അതിൻ്റെ ദാർശനിക മാനങ്ങളോടെ ഇനിയും കൂടുതൽ വായിക്കുകയും കൂടുതൽ പരക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഏറ്റവും ഗംഭീരമായ ഒരു കാവ്യ പൈതൃകം എന്ന നിലയ്ക്കാണ് ഭാവിയിൽ വിഷ്ണു സാറിൻ്റെ കവിതകൾ നമ്മൾ വിലയിരുത്താൻ വേണ്ടി പോകുന്നത്. ആ കവിത ഭൂമിയിൽ വേദനിച്ച എല്ലാ മനുഷ്യൻ്റെയും കൂടെ നിന്നതാണ്. നീതി എന്ന വാക്ക് അദ്ദേഹം ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള ഒരു അക്ഷര പോരാട്ടമായിട്ടാണ് വിഷ്ണു സാറിൻ്റെ കവിതകൾ വിലയിരുത്തപ്പെടേണ്ടത്. അങ്ങനെ വേദനിക്കുന്ന മനുഷ്യരുടെ കൂടെ, വേദനിക്കുന്ന നിഷ്കാസിതരാവുന്ന ജീവജാലങ്ങളുടെ കൂടെ, മരങ്ങളുടെ കൂടെ എല്ലാം നിൽക്കുകയും ഇവർക്കെല്ലാം വേണ്ടി പാടുകയും ചെയ്തൊരു വലിയ കവിയാണ്. വാസ്തവത്തിൽ മുഴുവൻ ചരാചരങ്ങളുടെയും സർവ്വജീവജാലങ്ങളുടെയും കവി എന്ന നിലയ്ക്ക് കൂടുതൽ വിപുലമായി, കൂടുതൽ ആഴത്തിൽ, കൂടുതൽ പരപ്പോടെ വിലയിരുത്തപ്പെടേണ്ട ഒരു കവിയാണ് വിഷ്ണു സാറ് എന്ന കാര്യം ശ്രീ കെ ജി രഘുനാഥ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? തീർച്ചയായും വായിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ കൂടുതൽ മാനങ്ങളിൽ, കൂടുതൽ ഭംഗിയോടുകൂടി, കൂടുതൽ തികവോടുകൂടി
കെ ജി രഘുനാഥ്. എല്ലാ കാലവും പ്രതിസന്ധികളുടെ കൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും പറയാറുണ്ട് ഇത് പ്രതിസന്ധിയുടെ കാലഘട്ടമാണെന്ന്. അങ്ങനെയല്ല, ഓരോ ദിവസവും പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനൊക്കെ തന്നെ പകരമായിട്ട് ഒരു വെളിച്ചവുമുണ്ട് എന്ന്. ആ വെളിച്ചത്തിലേക്കാണ് എല്ലാ പ്രതിസന്ധികളെയും നമുക്കിപ്പോൾ തന്നെ അറിയാം. ഈ സാഹചര്യത്തിൽ പോലും ഒരു വർഷം നമ്മൾ എത്ര അതിൽ നിന്ന് എത്ര സമൃദ്ധമായിട്ടാണ് നമ്മൾ മുന്നേറുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം വളരെ മുന്നേ കൂട്ടി കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കവിതകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അഹല്യാമോക്ഷം എന്ന കവിത ശരിക്ക് അഹല്യ എന്നുള്ള സ്ത്രീയുടെ വിവേചനം അത് വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒരു കവിതയാണ്. അപ്പോൾ സ്ത്രീ വിമോചനത്തിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുമ്പോൾ പോലും ആത്മീയമായിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഉറഞ്ഞുകിടക്കുന്ന ചില വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മനുഷ്യ ഡോക്ടർ ശ്രീശൈലത്തിലേക്ക് വരികയാണ്. വായിക്കുക എന്നതിനപ്പുറം അദ്ദേഹം എഴുതിയിട്ടുള്ള ഗദ്യ സ്വഭാവത്തിലുള്ള ലേഖനങ്ങളും അതോടൊപ്പം തന്നെ പുസ്തകങ്ങളും അദ്ദേഹം വിവർത്തനം ചെയ്ത കൃതികളും അദ്ദേഹം തയ്യാറാക്കിയ പ്രധാനപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളും സമ്പാദകനായി നിർവഹിച്ചിട്ടുള്ള പ്രവൃത്തികളും ഒക്കെ സമഗ്രമായി രേഖപ്പെടുത്താൻ നമ്മുടെ പൊതുസമൂഹം, കേരള സർക്കാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാവേണ്ടതാണ്. കാരണം കവി എന്ന നിലയിൽ മാത്രമല്ല വിഷ്ണുനാരായണ നമ്പൂതിരി സാറിനെ നാളെ ലോകം കാണേണ്ടത്. അദ്ദേഹം എഴുതിയിട്ടുള്ള അസംഖ്യങ്ങളായ പുസ്തക നിരൂപണങ്ങൾ, ഛത്രവും ചാമരവും എന്ന MP ശങ്കുണ്ണൻ നായരുടെ പ്രഖ്യാതമായ ഗ്രന്ഥത്തിന് വിഷ്ണുനാരായണ നമ്പൂതിരി സാർ എഴുതിയ പ്രൗഢോജ്വലമായ പഠനം, അതടക്കം നമ്മൾ കണ്ടെത്തി അത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവണം. തപസ്യയ്ക്കൊപ്പം ഭാരതീയ വിചാരകേന്ദ്രത്തിനൊപ്പം അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ ജ്ഞാനയജ്ഞങ്ങളുണ്ട്. അത് ആര് നിഷേധിച്ചാലും അത് ചരിത്ര സത്യമാണ്. പാത്തും പതുങ്ങിയുമല്ല അത്തരം സംഘടനകളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടത്. ശരിയായ ഭാരതീയയുടെ ഉപാസകനായ ആ വലിയ കവിയെ അർഹിക്കുന്ന ഗൗരവത്തോടെ പഠിക്കാൻ പുതുതലമുറയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം. മഹാകവിക്ക് മുന്നിൽ നമ്രശിരസ്കരായി ആ വലിയ കവിയോടുള്ള ആദരവ് ശ്രീ ഓണക്കൂർ, ഇതിനകത്ത് നമ്മളിങ്ങനെ നഗരത്തിലൂടെ പോകുന്ന ആ റാലി സൈക്കിളിൽ സഞ്ചരിക്കുന്ന ആ കവിത അല്ലേ, ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ മായാതെ നിൽക്കുകയാണ്. ആ സൗമ്യ ദീപ്തമായ ആ മുഖം ഓർമ്മിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സൈക്കിളിൽ സഞ്ചരിച്ചത്, സൈക്കിൾ 3 തവണ മോഷണം പോയി, പത്രത്തിലൊക്കെ തന്നെ ആദ്യ പേജിൽ വലിയ വാർത്തയായിരുന്നു. നമ്മുടെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ച കവി. ONV ഒരു വാക്ക് ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ഭൂമിയിലെ ഈ വാടക വീട് ഒഴിഞ്ഞ് പോകുമ്പോൾ ഞാനിവിടെ അവശേഷിപ്പിക്കുന്നത് എൻ്റെ കവിതയാണ് എന്ന് ONV പറഞ്ഞു. വിഷ്ണുവിനെക്കുറിച്ചും ഇത് അതേ ശുദ്ധിയോടെ അതേ മഹത്വത്തോടെ നമുക്ക് പറയാൻ കഴിയും. വിഷ്ണു കടന്നു പോകുമ്പോഴും ആ മഹത്തായ കവിത നമ്മോടൊപ്പമുണ്ട്, എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ആ കവിതയുടെ മുമ്പിൽ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ മുഴുവൻ പ്രണമിക്കുന്നു. നമസ്കാരം.